ആങ്സൈറ്റി എന്താണ്, ഫോബിയ എന്താണ്, ആങ്സൈറ്റി ഫോബിയ പോലുള്ള രോഗങ്ങൾക്ക് ട്രീറ്റ്മെൻറ്റ് എന്തൊക്കെയാണ്, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ പഠിച്ചിരുന്നത്. നമ്മൾ ഇന്ന് ഈ ക്ലാസ്സുകളിൽ നമ്മൾ ചെയ്യുന്ന മെയിനായിട്ട് സ്കിസോഫ്രീനിയ എന്നുള്ള ഒരു മാനസിക രോഗത്തെക്കുറിച്ചാണ്. അപ്പോൾ സ്കിസോഫ്രീനിയ എന്ന് പറയുന്ന മാനസിക രോഗങ്ങൾ പലപ്പോഴും ആൾക്കാർക്ക് ഈ ഹാലൂസിനേഷൻ ഡിലൂഷൻ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പ്രേതബാധ കൊണ്ടാണ്, എന്തെങ്കിലും ശബ്ദം അശരീതികൾ കേൾക്കുന്നത്, അശരീതികൾ കേൾക്കുന്നത്, ഇല്ലാത്ത കേൾക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും മറ്റ് ബാഹ്യ ശക്തികൾ കൊണ്ടാണ് എന്ന് വിശ്വസിക്കുന്നതാണ്. പ്രത്യേകിച്ച് സ്കിസോഫ്രീനിയ പോലുള്ള രോഗങ്ങളെ നമ്മൾ പറഞ്ഞ് ആൾക്കാരെ മനസ്സിലാക്കാനും രോഗികളെ പറഞ്ഞ് മനസ്സിലാക്കാനും വളരെ ബുദ്ധിമുട്ടാണ്. രോഗികളെ പറഞ്ഞ് മനസ്സിലാക്കാനുള്ള ബുദ്ധിമുട്ട് ഈ രോഗം സ്കിസോഫ്രീനിയ രോഗമെന്ന് പറയുന്നത് മാനസിക രോഗത്തിൽ നമ്മൾ ഹയർ ലെവൽ കൂടിയ രോഗമായിട്ടാണ് കണക്കാക്കുന്നത്. ആൾക്കാരെ പറഞ്ഞ് മനസ്സിലാക്കാൻ എന്നുള്ള ആദ്യത്തെ കാര്യം അവരുടെ തെറ്റിദ്ധാരണകളാണ്. അവരുടെ തെറ്റിദ്ധാരണകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ രോഗത്തെക്കുറിച്ചുള്ള തെറ്റായ ചിന്തകൾ, പ്രത്യേകിച്ച് ഭൂതപ്രേത പിശാചുക്കൾ ബാധിക്കുന്നത് കൊണ്ടാണ്, അല്ലെങ്കിൽ യക്ഷി കയറിയത് കൊണ്ടാണ്, അല്ലെങ്കിൽ ആരുടെയെങ്കിലും ആത്മാവ് കയറിയത് കൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് എന്നുള്ള ചിന്താഗതി പലർക്കും ഉണ്ടാകും. അതിനുണ്ടാകാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പലപ്പോഴും നമ്മുടെ ഇടയ്ക്ക് നമ്മൾ കാണുന്ന സംഗതി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സംസാര രീതിയിൽ നമുക്ക് മനസ്സിലാകാത്ത ഭാഷകൾ, എന്നാൽ മനസ്സിലാകാത്ത വാക്കുകൾ ഇവർ ചേർക്കുന്നു. അപ്പം ഇങ്ങനെ വരുമ്പോൾ തന്നെ നമുക്ക് സംശയം, ഇത് കേൾക്കാത്ത, അപ്പം നമ്മൾ പറയുന്നത് മറുഭാഷ പറയുകയാണ്. ചിലർ പറയും മറുഭാഷ പറയുക. ഒരു ഉദാഹരണത്തിന് ചിലപ്പോൾ ഒരു കുട്ടി പറയുകയാണ് അമ്മയോട് അല്ലെങ്കിൽ അച്ഛനോട് കുറേ കാര്യങ്ങൾ പറയുക. അപ്പം പറയുമ്പോഴത്തേക്ക് അവർ പറയുന്നത് ഇത് അപ്പൂപ്പൻ സംസാരിച്ച പോലാണ്, അല്ലെങ്കിൽ എൻ്റെ ആൻറ്റി സംസാരിച്ച പോലാണ്, അല്ലെങ്കിൽ അമ്മൂമ്മ സംസാരിച്ച പോലാണ്. അപ്പം അമ്മൂമ്മയുടെ പ്രേതം ബാധിച്ചിരിക്കുക. അപ്പം ഇങ്ങനെ സംസാരിക്കുമ്പോൾ ഇതെന്നാ വെച്ചാൽ രോഗത്തിൻ്റെ ഒരു ലക്ഷണങ്ങളാണ്. പുതിയ വാക്കുകൾ ഉണ്ടാക്കുക, പുതിയ രീതിയിൽ സംസാരിക്കുക, നമ്മൾ കേൾക്കാത്ത ഭാഷകൾ സംസാരിക്കുന്ന രോഗത്തിൻ്റെ ലക്ഷണമാണ്. അപ്പോൾ ഇത് പറയുന്നത് പ്രേതം ബാധിച്ചതാണ്, അല്ലെങ്കിൽ എന്തെങ്കിലും ആത്മാവ് ശരീരത്തിൽ കയറിയതാണ്. പിന്നെ ഇല്ലാത്ത കാര്യങ്ങൾ പറയുക. ഒരാളെ കാണുന്നുണ്ട്, അവിടെ ഒരാൾ നിൽക്കുന്നുണ്ട്, എനിക്ക് അയാളെ കാണാൻ സാധിക്കുന്നു, അല്ലെങ്കിൽ അത് പ്രേതമാണ്, അല്ലെങ്കിൽ രാത്രി ഒരാൾ വന്നിരുന്നു, ശബ്ദം കേൾക്കുന്നുണ്ട്. അപ്പോൾ ഇവർ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലും ദുർമൂർത്തികൾ വന്നതാണ്. അപ്പോൾ ഈ രോഗത്തിൻ്റെ ലക്ഷണങ്ങൾ തന്നെ നമ്മുടെ വിശ്വാസത്തെ ഊട്ടിയുറപ്പിക്കുന്ന ഒന്നായിട്ടാണ് ഞാൻ കണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് സ്കിസോഫ്രീനിയ രോഗത്തെ കുറിച്ച് പറയുമ്പോൾ ഇത് മനസ്സിലാക്കാനും ആൾക്കാരോട് പറഞ്ഞ് മനസ്സിലാക്കാനും അല്ലെങ്കിൽ ഇതിനെ ട്രീറ്റ്മെൻറ്റ് എടുക്കാനുമുള്ള ഒരു ബുദ്ധിമുട്ട്. പിന്നെ സ്കിസോഫ്രീനിയ പോലുള്ള രോഗങ്ങൾ പണ്ട് കാലങ്ങളിൽ പറഞ്ഞത് ഭ്രാന്ത് അല്ലെങ്കിൽ കൂടിയ മാനസിക രോഗങ്ങൾ അല്ലെങ്കിൽ വട്ട്, ഇങ്ങനെയൊക്കെയാണ് നമ്മൾ സാധാരണഗതിയിൽ പറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പം ഇങ്ങനെ പറയുമ്പോൾ ഇവരോടുള്ള ട്രീറ്റ്മെൻറ്റ് അല്ലെങ്കിൽ ഇവരോട് സമീപനം എന്ന് പറയുന്നത് പലപ്പോഴും വളരെ ക്രൂരമായിട്ടുള്ള രീതിയിലായിരുന്നു. ഇങ്ങനെയുള്ള രോഗികളെ നമ്മൾ ചൂരൽ അടിക്കുക, ദേഹത്തടിക്കുക, അവരെ വേദനിപ്പിക്കുക, എന്നുവെച്ചാൽ ഈ ശരീരത്തിലുള്ളതായ ദുർമൂർത്തികൾ അല്ലെങ്കിൽ എന്തെങ്കിലും ബാധയുണ്ടെങ്കിൽ ആത്മാവ് പുറത്തു പോകാനായിട്ട് അവർ ഉപദ്രവിക്കുക. അപ്പം അവർ തന്നെ ചെയ്ത് കഴിഞ്ഞാൽ അടിച്ചാൽ ഇത് മാറുമെന്നുള്ളതാണ്. അല്ലെങ്കിൽ ഇവരെ പൂട്ടിയിടുക. കാരണം പലപ്പോഴും ഇവർ വയലൻ്റ് ആകുന്നതുകൊണ്ട്, കാരണം എന്താ വെച്ചാൽ ഇവരുടെ ബിഹേവിയറിനകത്ത് ചിലപ്പോഴേക്കും മറ്റുള്ളവരെ ഉപദ്രവിക്കാനുള്ള ടെൻഡൻസികളുണ്ട്, അല്ലെങ്കിൽ കുറച്ച് ഹൈപ്പർ ആക്ടിവിറ്റി ഉള്ളത് കൊണ്ട് ഇവർ നമ്മൾ പറയുന്നത് കേൾക്കാത്തതുകൊണ്ട് ഇവരെ നമ്മൾ പൂട്ടിയിടുക, മുറിയിൽ പൂട്ടിയിടുക. അല്ലെങ്കിൽ പണ്ട് കേരളം പോലെയുള്ള സ്ഥലങ്ങളിൽ ആമത്തിലിടുക എന്ന് വെച്ചാൽ തടി തുളച്ചിട്ട് അതിലേക്ക് ഇവരെ ഇടുക. അതല്ല എന്നുണ്ടെങ്കിൽ ചങ്ങലക്കിടുക, ചെയിൻ ചെയ്യുക, ചങ്ങല കാല് കെട്ടിയിടുക. അപ്പം ഇങ്ങനെയുള്ള രീതിയിലാണ് ഇവരെ ചികിത്സിച്ചുകൊണ്ടിരുന്നത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന്, സ്കിസോഫ്രീനിയ പോലുള്ള രോഗമുള്ള ആൾക്കാർ വയലൻ്റ് ആകാൻ, എന്ന് വെച്ചാൽ അവർ അക്രമാസക്തരാകാനുള്ള സാധ്യതകൾ ചിലപ്പോൾ കാണാറുണ്ട്. അത് അവർ മനഃപൂർവ്വം ആരെയും ഉപദ്രവിക്കുന്നത് വെച്ചിട്ടല്ല. ഇതിൻ്റെ പഠനങ്ങൾ തെളിയിച്ചിരിക്കുന്ന മനഃപൂർവ്വം ആരെയും ഉപദ്രവിക്കണം എന്നുള്ളത് കൊണ്ടല്ല സ്കിസോഫ്രീനിക് പേഷ്യൻസ് മറ്റുള്ളവരെ ഉപദ്രവിക്കുന്നത്, മറിച്ച് അവരുടെ ഹാലൂസിനേഷൻ ഡിലൂഷൻ കൊണ്ടാണ്. അപ്പം ആരെങ്കിലും പറയുന്നു ഇന്ന് നിങ്ങൾ ചെയ്യൂ, പിന്നെ ആൾ നിങ്ങൾ അടിക്കും, അല്ലെങ്കിൽ നിങ്ങൾ ചെയ്യുന്നു എന്ന് പറയുന്നത് കേൾക്കുമ്പോൾ അവർ വന്ന് ചെയ്യുന്നത് അവരുടെ കൺട്രോളിലല്ല, അവരെ വേറെ ആരോ നിയന്ത്രിക്കുന്നതുകൊണ്ടാണ്. ആത്മഹത്യ പോലെ സ്കിസോഫ്രീനിക്കുള്ള പേഷ്യൻസിനെ ആത്മഹത്യ പോലെ അവർ രോഗം കൊണ്ടല്ല, അവർ എന്നുവെച്ചാൽ സ്കിസോഫ്രീനിയയിൽ ഉണ്ടാകുന്ന രോഗം എന്നുള്ളത് കൊണ്ടല്ല, പലപ്പോഴും അവർക്കുണ്ടാകുന്ന ഹാലൂസിനേഷൻ ഡിലൂഷൻസും അവരെ ആത്മഹത്യയിലേക്ക് കൊണ്ടുപോകാം.
ഡിലൂഷൻ കൊണ്ട് ദേഹത്ത് മുറിവുകൾ ഉണ്ടാക്കാം. അങ്ങനെ ദേഹത്തിനുണ്ടാകുന്ന മാരകമായ മുറിവുകൾ അവരെ മരണത്തിലേക്ക് നയിക്കാം. പിന്നെ ഇങ്ങനെയുള്ള ചിന്താഗതികൾ കൊണ്ട് പെട്ടെന്നുണ്ടാകുന്ന ഉൾവിളി, ഇതുപോലെ ഹാലുസിനേഷൻ പോലെ തന്നെ ചില കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞ് അവരെ മരണത്തിലേക്ക് നയിക്കുന്നു. പിന്നെ ഒരു തെറ്റിദ്ധാരണ എന്ന് വെച്ചാൽ എൻ്റെ ആത്മാവ് അല്ലെങ്കിൽ ഇത് എനിക്ക് ഇപ്പം ഞാൻ മരിച്ചു കഴിഞ്ഞാൽ അത് പുനർജീവിക്കും. തെറ്റിദ്ധാരണകൾ, ഇതൊക്കെ ഹാലുസിനേഷൻ ഡിലൂഷൻ കൊണ്ടുള്ളതാണ്. അല്ലെ ദൈവീയമായ ശക്തി എനിക്കൊന്നും സംഭവിക്കില്ല എന്നുള്ള ചിന്താഗതി കൊണ്ട് എന്തെങ്കിലും ചെയ്യുക. അപ്പം അങ്ങനെ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന അപകടങ്ങൾ. അപ്പം ഇതും സ്കിസോഫ്രെനിക് പോലുള്ള സ്കിസോഫ്രെനിക് രോഗങ്ങളിൽ നമ്മൾ കാണുന്ന ചില സംഗതികളാണ്. അപ്പം സ്കിസോഫ്രെനിയ എന്ന് പറയുമ്പോൾ ഇതെല്ലാം നമ്മൾ മനസ്സിൽ വെച്ചുകൊണ്ട് വേണം ഈ രോഗിയെ നമ്മൾ കാണാനായിട്ട്. ഞാൻ പ്രത്യേകിച്ച് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും തെറ്റിദ്ധരിക്കപ്പെടുന്ന രോഗങ്ങളിൽ ഒന്നാണ് സ്കിസോഫ്രെനിയ എന്നുള്ളത്. പലപ്പോഴും സ്കിസോഫ്രെനിയ അല്ലാത്തത് ചിലപ്പോൾ ചില രോഗങ്ങൾ, ചില ലക്ഷണങ്ങൾ കാണിച്ചുകൊണ്ട് സ്കിസോഫ്രെനിയ ആണെന്ന് തെറ്റിദ്ധരിക്കുന്നവരുണ്ട്. അപ്പോൾ സ്കിസോഫ്രെനിയ രോഗത്തിൻ്റെ ലക്ഷണങ്ങൾ പരിപൂർണമായിട്ട് നമ്മൾ കാണുന്നില്ല. അപ്പം സ്കിസോഫ്രെനിയ തെറ്റിദ്ധരിപ്പിക്കപ്പെടാം. എന്ന് വെച്ചാൽ പല രോഗങ്ങളും സ്കിസോഫ്രെനിയ ആയിട്ട് ചെയ്യാം, ഇവർ കാണാം. അടുത്തത്, പല രോഗങ്ങളുടെയും ലക്ഷണങ്ങൾ ഇതിനകത്തുള്ളത് കൊണ്ട് തെറ്റിദ്ധരിക്കപ്പെട്ട് മറ്റു രോഗങ്ങളാണെന്ന് നമ്മൾ തീരുമാനിക്കാം. ഉദാഹരണം, സ്കിസോഫ്രെനിയയിലുണ്ടെന്ന് ഡിപ്രഷൻ, അതൊരു മാനിക് ഡിപ്രഷൻ എന്നുള്ള രീതിയിൽ ട്രീറ്റ് ചെയ്യുന്നതുകൊണ്ടാണ്. അപ്പോൾ നമ്മൾ നോക്കേണ്ടത് സൈക്കോട്ടിക് ആണ്, ന്യൂറോട്ടിക് ആണ്. അപ്പോൾ സൈക്കോട്ടിക് ആണെങ്കിൽ നമ്മൾ ട്രീറ്റ്മെൻറ്റ് രീതി, ന്യൂറോട്ടിക് ആണെങ്കിൽ നമ്മൾ ട്രീറ്റ്മെൻറ്റ് രീതി വേറെ. അപ്പം സ്കിസോഫ്രെനിയ എന്നത് സൈക്കോട്ടിക് രോഗങ്ങളിൽ പെട്ടതാണ്. അപ്പം ഈ ഒരു ഇതൊക്കെ മനസ്സിൽ കണ്ടുകൊണ്ട് വേണം സ്കിസോഫ്രെനിയ എന്ന രോഗത്തെ കാണാനായിട്ട്. പിന്നെ പലപ്പോഴും സ്കിസോഫ്രെനിക് പേഷ്യൻസിൻ്റെ ഒരു ഗുണമെന്നത് അവർ പറയുന്ന കാര്യങ്ങളിൽ അവർ ആധികാരികമായിട്ട് വിത്ത് പ്രൂഫ് ആയിരിക്കും അവർ മുമ്പോട്ട് വെക്കുക. ഉദാഹരണത്തിന്, ഒരു സ്ത്രീ പറയാം, എൻ്റെ ഭർത്താവ് വേറെ കല്യാണം കഴിച്ചിട്ടുണ്ട്. ഇന്നുണ്ടായൊരു കേസ്, എൻ്റെ ഭർത്താവ് വേറെ കല്യാണം കഴിച്ചിട്ടുണ്ട്. ആര് പറഞ്ഞു? അത് കുറേ പേര് പറഞ്ഞു. നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഭാര്യയെ കണ്ടിട്ടുണ്ടോ? ഇല്ല. പക്ഷെ ഒരാളുണ്ട്. എവിടെയാണ്? അത് ഇന്ന സ്ഥലത്താണ്, അവിടെ പോയി അന്വേഷിച്ചൂടെ? അത് അഡ്രസ്സ് അറിയില്ല. അപ്പം അവിടെ ചോദിക്കും, ഭർത്താവ് വീട്ടിൽ വരാറുണ്ടോ? ഉണ്ട്, എല്ലാ ദിവസവും വരാറുണ്ട്. എപ്പോഴാണ് വരുന്നത്? നേരത്തെ 12 മണിക്ക് വന്നുകൊണ്ട് ഇപ്പോൾ ഈ കാലഘട്ടങ്ങളിൽ 8 മണിക്ക് വരുന്നുണ്ട്. വേറെ ഭാര്യ ഉണ്ടെങ്കിൽ അവിടെ പോകണ്ടേ? അല്ല, അതിപ്പോൾ 8 മണി വരെ സമയമുണ്ടല്ലോ, ജോലിക്ക് പോകണ്ടേ? ജോലിക്ക് പോയി കഴിഞ്ഞ് സമയം കിട്ടുമല്ലോ. അങ്ങനെയല്ല, ജോലിക്ക് കഴിഞ്ഞ് സമയം കിട്ടുന്നില്ലല്ലോ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളി വീട്ടിൽ 8 മണിക്ക് വരണമെന്നുണ്ടെങ്കിൽ ജോലി സമയം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉടനെ നേരെ വീട്ടിലേക്ക് വരുന്നുണ്ടല്ലോ. ഉടനെ അതിൻ്റെ അടുത്ത ഇതാണ്, അത് അറിയില്ലാത്തതുകൊണ്ടാണ്. ജോലി സമയത്ത് ലീവ് എടുത്ത് പോകുന്നുണ്ട്. അവൻ അങ്ങനെ ലീവില്ല, അയാൾ പോകുന്നില്ലേ, എങ്ങനെ ലീവ് എടുത്തായിട്ട് കാണുന്നില്ലല്ലോ. അതറിയില്ല, അതെനിക്കറിയാം. അവർ വിശ്വസിച്ചിരിക്കുന്നത് ഫേം ബിലീഫ്, ആ ബിലീഫിൽ അവർ ഉറച്ച് വിശ്വസിക്കുകയാണ്. അപ്പം തരുന്നതിന് തെളിവുകൾ തോന്നും. അപ്പോൾ ഒരു ലേമൻസ് വ്യൂവിൽ, അത് സാധാരണക്കാരുടെ ചിന്താഗതികൾ, ഇവർ പറയുന്ന കാര്യങ്ങളെക്കുറിച്ച് അവർ വിശകലനം ചെയ്യുന്നില്ല. അതുകൊണ്ട് ഇവർ പറയുന്നത് ശരിയാണെന്ന് വിശ്വസിക്കും. അപ്പം ഇവിടെയാണ് നമ്മൾ ശരിയോ തെറ്റോ എന്നല്ല. അപ്പം അടുത്ത കാര്യം, അങ്ങനെ ഒരാൾ കല്യാണം കഴിച്ചിട്ടുണ്ടെങ്കിൽ അയാൾ വന്ന് സമ്മതിക്കില്ല. ഞാൻ വേറെ കല്യാണം കഴിച്ചു, അല്ലെങ്കിൽ എനിക്ക് വേറെ സ്ത്രീയുമായിട്ട് ബന്ധമുണ്ട്, എൻ്റെ ഭാര്യ പറയുന്നത് ശരിയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ സ്കിസോ അല്ലെങ്കിൽ ഡിലൂഷൻ ഡിസോർഡറിലേക്ക് പോകണ്ട. അല്ലാന്ന് പറയുമ്പോൾ നമ്മുടെ ജോലിയാണിത് പ്രൂവ് ചെയ്യുക. ഇത് അങ്ങനെയല്ല, ഈ സ്ത്രീ പറഞ്ഞത് തെറ്റാണ് എന്ന് തെളിയിക്കുക. അല്ല, ഇനി ആ സ്ത്രീ പറഞ്ഞത് ശരിയാണ്, ഇയാൾ പറഞ്ഞത് തെറ്റാണ് എന്ന് തെളിയിക്കുക. ഇത് തെളിയിക്കാനായിട്ട് നമ്മൾ പോലീസിങ്ങൊന്നും വേണ്ട. നമ്മൾ പോലീസിൻ്റെ സ്വാഭാവിക കേസ് അന്വേഷിച്ച് പോകേണ്ട കാര്യമില്ല. ഇവിടെയാണ് ഒരു സൈക്കോളജിസ്റ്റിൻ്റെ പ്രാധാന്യം ഉണ്ടാകുന്നത്. ഇതിനെ വിശകലനം ചെയ്ത് കാര്യങ്ങൾ മനസ്സിലാക്കുക. ആ മനസ്സിലാകുന്ന രീതിയിലാണ് അവിടെയാണ് എപ്പോഴും ഒരു സൈക്കോളജിസ്റ്റ് വിജയിക്കുക. ഇതാണ് നമ്മൾ ഇന്ന് സ്കിസോഫ്രെനിയ രോഗിയെക്കുറിച്ച്, സ്കിസോഫ്രെനിയെക്കുറിച്ച് പറയുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കിയിരിക്കേണ്ടത്. അപ്പോൾ ഇതൊരു സൈക്കോട്ടിക് ഡിസോർഡറാണ്. ഇതിനകത്ത് മെയിനായിട്ടുള്ളത് ഹാലൂസിനേഷൻ, ഡിലൂഷൻ എന്ന് പറഞ്ഞ രണ്ട് സംഗതികളാണ്. ഡിലൂഷൻ എന്ന് പറഞ്ഞത് ഒരു സൈക്കോളജി നമ്മൾ പഠിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം, ഡിലൂഷൻ എന്ന് പറയുന്നത് ഇല്ലാത്തത് ഉണ്ട് എന്ന് വിശ്വസിക്കുന്നതാണ്. ഫേം ബിലീഫ്സ്, ഇല്ലാത്ത സാധനം ഉണ്ടെന്ന് വിശ്വസിക്കുന്നതാണ് ഡിലൂഷൻ എന്ന് പറയുന്നത്. അപ്പം ഒരു സൈക്കോളജി സ്റ്റുഡൻറ്റിനെ സംബന്ധിച്ചിടത്തോളം 3 കാര്യങ്ങൾ ഇങ്ങനെയുള്ള പഠിക്കുമ്പോൾ
ഇല്യൂഷൻ, ഡിലൂഷൻ ആൻഡ് ഹാലൂസിനേഷൻ. ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കണം. ഇല്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉള്ള സാധനത്തിനെ തെറ്റിദ്ധരിക്കുക. ഉദാഹരണത്തിന് ഇതൊരു കണ്ണാടിയാണ്. ഈ കണ്ണാടി കണ്ടിട്ട് വേറെ ഇത് ഒരു തോക്കാണ്, തെറ്റിദ്ധരിക്കപ്പെട്ടതാണ്. അതേസമയം ഹാലൂസിനേഷൻ എന്ന് പറയുന്നത് നമ്മൾ അനുഭവിക്കുകയാണ്. ഞാനൊരു പാട്ട് കേൾക്കുന്നുണ്ട്, എൻ്റെ ചെവിയിൽ ഇപ്പോൾ ഒരു പാട്ട് കേൾക്കാൻ പറ്റുന്നുണ്ട്, എനിക്ക് നല്ലൊരു മണം വരുന്നുണ്ട്, മുല്ലപ്പൂവിൻ്റെ മണം ഇവിടെ വരുന്നുണ്ട്. അപ്പോൾ ഇതാണ് ഹാലൂസിനേഷൻ. അപ്പോൾ നമ്മളത് എക്സ്പീരിയൻസ് ചെയ്യുക, എനിക്ക് അനുഭവിക്കാൻ പറ്റും. പക്ഷെ ഡിലൂഷൻ എന്ന് പറയുന്നത് ഇറ്റ്സ് എ ഫേം ബിലീഫ്സ്, ഉറച്ച വിശ്വാസം ഒരാളെന്നെ കൊല്ലാൻ വരുന്നുണ്ട്. ഇന്ന് വന്നൊരു ലേഡി പറഞ്ഞ ഭർത്താവുമായിട്ട് ഞാൻ മാറി താമസിക്കുകയാണ്, എനിക്ക് ഭർത്താവിന് വിശ്വാസമില്ല. എന്താ വിശ്വാസം ഇല്ലാത്തത്? എനിക്ക് സംശയരോഗമൊന്നുമല്ല, പക്ഷെ സത്യമാണ് ഞാൻ പറയുന്നത്. നമ്മൾ സംശയരോഗം എന്ന് പറയുന്നില്ലല്ലോ. അല്ല, ഡോക്ടർ പറയും എനിക്ക് സ്കിസോഫ്രീനിയാണെന്ന് പറയും. കാരണം ഡിലൂഷൻ സ്കിസോഫ്രീനിയുടെ ലക്ഷണമല്ലേ. ഹാലൂസിനേഷൻ എനിക്കുണ്ടെന്ന്, എനിക്ക് ഹാലൂസിനേഷൻ ഇല്ലല്ലോ. അപ്പം ഇതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ ഇതിനെക്കുറിച്ച് നോക്കി വിട്ടിട്ടുണ്ട്. യൂട്യൂബിൽ എവിടെയെങ്കിലും പോയിട്ട് എന്താണ് സ്കിസോഫ്രീനിയ, അല്ലെങ്കിൽ ഗൂഗിളിൽ പോയിട്ട് എന്താണ് സ്കിസോഫ്രീനിയ എന്ന് മനസ്സിലാക്കിയിട്ട് അവർ സംസാരിക്കും. പക്ഷെ അവർക്ക് ഡിലൂഷൻ എന്താണ്, ഹാലൂസിനേഷൻസ് എന്താണ്, ഇല്യൂഷൻ എന്താണെന്ന് അറിഞ്ഞിരിക്കേണ്ട കാര്യമില്ല. അപ്പം ഇവരുടെ വിശ്വാസം പറയാം. അപ്പം എനിക്കല്ല അസുഖം, ഭർത്താവിനാണ് അസുഖം. ഭർത്താവിനെ കൊല്ലാൻ ശ്രമിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് അതൊരു അസുഖമാണ് എന്ന് പറയാൻ പറ്റില്ല. നമ്മൾ പിന്നെ എന്നെ പ്രോബ് ചെയ്ത് പോവാണ്. എങ്ങനെ കൊല്ലാൻ ശ്രമിച്ചു? കഴുത്തിന് പിടിച്ച് കൊല്ലാൻ ശ്രമിച്ചു. ഭർത്താവിനോട് ചോദിക്കുമ്പോൾ ഭർത്താവിനെ കഴുത്തിന് പിടിച്ചിട്ടുണ്ട്, അത് കൊല്ലാനല്ലായിരുന്നു. അപ്പോൾ പറയുന്നത് സത്യമാണ്. കൊല്ലാനാണോ അല്ലയോ എന്നുള്ളത് നമുക്ക് പ്രശ്നമില്ല. അവരെ പിടിച്ചു, അവരുടെ കഴുത്തിന് പിടിച്ചു. അടുത്ത അവർ പറയുന്നതാണ് എന്നെ കൊല്ലാൻ ശ്രമിച്ചു. എങ്ങനെയാണ്? വിഷം സ്പ്രേ ചെയ്തിട്ട് കൊല്ലാൻ ശ്രമിച്ചു. എൻ്റെ മുറിയിലേക്ക് ഞാൻ കിടക്കുന്നിടത്ത് സ്പ്രേ ചെയ്തിരുന്നു. അപ്പം നമ്മളിനി അതിനെ പ്രൂവ് ചെയ്യാണ്, ഇയാൾ അങ്ങനെ ചെയ്തിട്ടുണ്ടോ, അങ്ങനെ സ്പ്രേ ചെയ്ത് കൊല്ലാൻ പറ്റുന്ന എന്തെങ്കിലും ദ്രാവകങ്ങൾ നമുക്കുണ്ടോ, അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും വിഷമുണ്ടോ, അങ്ങനെ ഒരു കിടക്കുന്നിടത്ത് ചെയ്യുമോ? ഇതിനെയാണ് നമ്മൾ വിശകലനം ചെയ്തെടുക്കുക. ആ വിശകലനം ചെയ്തിട്ടാണ് ഇത് ഡിലൂഷനാണോ അല്ലയോ എന്ന് തീരുമാനിക്കുക. അല്ലാതെ വെറുതെ വന്നിട്ട് നമ്മൾ ഇത് ഡിലൂഷനാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഡിലൂഷൻ എന്ന് പറയുന്ന ഒരു സംഗതിയെ വിശ്വസിക്കുക, ഉണ്ടെന്ന് വിശ്വസിക്കുക. എന്നെ ഒരാൾ കൊല്ലാൻ വരുന്നുണ്ട്, ഞാൻ കഴിക്കുന്ന ആഹാരത്തിനകത്ത് വിഷം ചേർക്കുന്നുണ്ട്, എൻ്റെ പുറകെ രണ്ടുപേരും നടക്കുന്നുണ്ട്, ഞാൻ പ്രേതത്തെ കാണുന്നുണ്ട്, ഇവിടെ ഒരാൾ നിൽക്കുന്നതായിട്ട് ഞാൻ കാണുന്നുണ്ട്. പക്ഷെ നിൽക്കുന്നതായിട്ട് അവർ മാത്രമേ കാണും, നമ്മൾ കാണുന്നുണ്ടാവില്ല. സോ ഇറ്റ് ഇസ് ഫേം ബിലീഫ്സ്, ഇറ്റ് ഇസ് അൺഷേക്കബിൾ ബിലീഫ്സ്. മാറ്റാൻ പറ്റാത്ത ചിന്താഗതികളാണ് നമ്മൾ ഡിലൂഷനകത്ത് പെടുത്തിയിരിക്കുന്നത്. ദെൻ ഹാലൂസിനേഷൻ ആദ്യം പറയും, ഇല്ല, ഇതൊരു എക്സ്പീരിയൻസ് ആണ്. ഇല്ലാത്ത സാധനം ഉണ്ട് എന്ന് നമ്മൾ അനുഭവിക്കുക. ഉദാഹരണത്തിന് പാട്ട് കേൾക്കുന്നില്ല, പക്ഷെ എനിക്ക് പാട്ട് കേൾക്കാം. എനിക്ക് മണം വരുന്നുണ്ട്, പക്ഷെ അവിടെ മണമില്ല. ആൾക്കാർ എന്നെക്കുറിച്ച് പറയുന്നുണ്ട്, അതെനിക്ക് കേൾക്കാം, അവിടെ ആരും പറയുന്നില്ല. അപ്പം ഇല്ലാത്ത ഉണ്ടെന്ന് കേൾക്കുക, ഫീൽ ചെയ്യുക, എക്സ്പീരിയൻസ് ചെയ്യുക. അതാണ് ഹാലൂസിനേഷൻ എന്ന് പറയുന്നത്. ഡിസ്ഓർഗനൈസ്ഡ് സ്പീച്ച്. പിന്നെ അടുത്ത ഈ രണ്ട് കാര്യങ്ങൾ, ഹാലൂസിനേഷൻസ് ഡിലൂഷൻസും, ഏതെങ്കിലും രണ്ടെണ്ണം മതി. പക്ഷെ ഹാലൂസിനേഷൻ ഡിലൂഷൻസും ആണ് മെയിനായിട്ട് നമ്മൾ സ്കിസോഫ്രീനിയ നമ്മൾ പറയുന്നത്. ദെൻ ഡിസ്ഓർഗനൈസ്ഡ് സ്പീച്ച്, സംസാരം, യാതൊരു ബന്ധവുമില്ല. ഇവിടെയാണ് നമ്മൾ തെറ്റിദ്ധരിക്കുക, ആളെ തെറ്റിദ്ധരിക്കുക. എന്ന് വെച്ചാൽ ഒരു കാര്യങ്ങൾ പറഞ്ഞു പോന്നിട്ട് യാതൊരു ബന്ധമില്ല അടുത്ത പ്രാവശ്യം പറയുന്നത്. ഇങ്ങനെയൊക്കെ ഉള്ളപ്പോഴാണ് നമ്മൾ പറയുന്നത് ശരീരത്തിൽ പ്രേതം കയറിയതാണ്, ഭൂതം കയറിയതാണെന്ന് പറയുന്നത്. ആക്ച്വലി ഇവർ പറയുന്ന കാര്യങ്ങൾക്ക് യാതൊരുവിധ ഘടനയും ഉണ്ടാവില്ല. ഒരു കാര്യത്തിൽ നിന്ന് പറഞ്ഞ് വേറെ പല കാര്യത്തിലേക്ക് ഇങ്ങനെ സംസാരം നീണ്ടു പോകും. അപ്പോൾ തുടങ്ങുന്നിടത്തായിരിക്കുകയല്ല നമ്മൾ നിർത്തുന്നത്, യാതൊരു ബന്ധവും ഇല്ലായിരിക്കും. ദാറ്റ് ഈസ് കോൾഡ് ഡിസ്ഓർഗനൈസ്ഡ് സ്പീച്ച്. ദെൻ ഗ്ലോസറി, ഡിസ്ഓർഗനൈസ്ഡ് ഓർ കാറ്ററ്റോണിക് ബിഹേവിയർ. കാറ്ററ്റോണിക് ബിഹേവിയർ എന്ന് പറയുന്നത് ആണ് നമ്മൾ ഇതിനകത്ത് പ്രത്യേകത ഉള്ളത്. സാധാരണ ഇത് കാറ്ററ്റോണിക് ബിഹേവിയർ എന്ന് പറയുമ്പോൾ ഇവർ സ്റ്റിഫ്നെസ്, ബോഡി മൂവ്മെൻറ്റ്സ് ആണ്. നമ്മൾ കൂടുതലും ഈ കാറ്ററ്റോണിക് സ്റ്റോപ്പറിനകത്ത് പറയുന്നത് ബോഡി മൂവ്മെൻറ്റ്സ്. എക്സാമ്പിള്, ഒരു കൈ നമ്മളിങ്ങനെ മടക്കി വെച്ചു, അവരെ ചിലപ്പോൾ കൈ മടക്കി അങ്ങനെ തന്നെ കുറേ നേരം വെച്ചോണ്ടി, മണിക്കൂറുകളോളം വെച്ചോണ്ടി. ഒരു പോസ്റ്റിൽ നമ്മൾ നിർത്തി, ആ പോസ്റ്റിൽ അവർ കുറേ നേരം നിൽക്കും, കുറേ മണിക്കൂറുകൾ വേണം നിൽക്കും, ചിലപ്പോൾ ദിവസങ്ങളോളം വേണം നിൽക്കാം.
കാറ്ററ്റോണിക് ബിഹേവിയർ. അങ്ങനെ സ്കിസോഫ്രീനിയ ആൾക്കാർ ചിലപ്പം വെറുതെ എവിടെയെങ്കിലും എങ്ങോട്ടെങ്കിലും നോക്കിക്കൊണ്ട് ഇങ്ങനെ കുറേ നേരം നിൽക്കും. അല്ലെങ്കിൽ ചിലപ്പോൾ കൈയുടെ പൊസിഷനൊക്കെ പർട്ടിക്കുലർ രീതിയിൽ വെച്ചുകൊണ്ട് ചിലപ്പോൾ ഇങ്ങനെ കൈ ഉയർത്തിക്കൊണ്ട് കുറേ നേരം നിൽക്കും, മണിക്കൂറുകളോളം ചിലപ്പോൾ ഇങ്ങനെ നിൽക്കും. അപ്പോൾ അടുത്ത ചോദിക്കുക, ഇത് പള്ളി ചെയ്യുന്നതല്ലേ, അല്ലെങ്കിൽ പ്രാർത്ഥനയ്ക്കിടയ്ക്ക് നമ്മൾ കൈ പൊക്കി പിടിച്ചുകൊണ്ട് ചെയ്യുന്നതല്ലേ? അത് ഇതുമായിട്ട് വ്യത്യാസമുണ്ട്. അത് ആ സമയം കഴിയുമ്പം നമ്മുടെ, അല്ലെങ്കിൽ ആ സിറ്റുവേഷൻ കഴിയുമ്പം ആ കാറ്ററ്റോണിക് സ്റ്റോപ്പിൽ നിന്ന് മാറാം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ചെയ്യാം. അപ്പം ഇങ്ങനെ വരുന്ന അതിന് നമ്മൾ കാറ്ററ്റോണിക് എന്ന് പറയും. പക്ഷേ അതേസമയം മറ്റേ പ്രാർത്ഥനയുടെ ഇടയ്ക്കാണെങ്കിൽ അത് അവരുടെ കൺട്രോളാണ്. കൈ താത്തിടാൻ പറഞ്ഞു കഴിഞ്ഞാൽ കൈ താഴും, കൈ പൊക്കാൻ പറഞ്ഞാൽ പോകും. ദാറ്റ് ഇസ് കോൾഡ് ഇസ് ആൻ ഓർഗനൈസ്ഡ് മൂവ്മെൻറ്റ്. അതർവൈസ് ഇറ്റ്സ് എ കാറ്ററ്റോണിക് ബിഹേവിയർ. പിന്നെ നെഗറ്റീവ് സിംറ്റംസ് സച്ച് ആസ് ഡിമിനിഷ്ഡ് എമോഷണൽ എക്സ്പ്രഷൻ. ഇതാണ് മെയിനായിട്ടൊരു കാര്യം നമ്മൾ കാണുന്നത്. എമോഷണൽ എക്സ്പ്രഷൻസ് ഉണ്ടാവില്ല. സങ്കടം വന്നാലും, സന്തോഷം വന്നാലും, കരച്ചിൽ വന്നാലും, ദേഷ്യം വന്നാലും ഒരു എമോഷണൽ എക്സ്പ്രഷൻസ് അവർക്കുണ്ടാവില്ല. ഇതാണ് നെഗറ്റീവ് സിംറ്റം. മെയിൻലി എമോഷണൽ എക്സ്പ്രഷൻസ്. വികാരത്തെ മുഖത്ത് കാണിക്കാൻ പറ്റും. മെയിൻലി നമ്മൾ പറഞ്ഞ ഒരു ഫ്ലാറ്റ് ലുക്കാണെന്നാണ് പറയുന്നത്. നെഗറ്റീവ് സിംറ്റം അലോഗ്യ. ഇതിൻ്റെ അതൊക്കെ നമ്മൾ സാധാരണ ഇതിൽ കാണുന്നതാണ്. അടുത്ത അലോഗ്യ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പെട്ടെന്ന് ആൾക്കാർ മിണ്ടാതാകുക. എന്തെങ്കിലുമൊക്കെ നമ്മൾ ചോദിക്കുമ്പോൾ നമുക്ക് അതിനെക്കുറിച്ച് മിണ്ടുകയല്ല, നമ്മൾ മിണ്ടായിരിക്കുക, വേറെ എന്തെങ്കിലും ആലോചിച്ചുകൊണ്ടിരിക്കുക, കൂടുതൽ സംസാരിക്കാതിരിക്കുക. കാരണം കൂടുതൽ ഇവരും സോഷ്യൽ വിഡ്രോവൽ ഉണ്ടാകും. ഈ സ്കിസോഫ്രീനിക് പേഷ്യൻസിന് സോഷ്യൽ വിഡ്രോവൽ കൂടുതലുണ്ടാകും. അപ്പോൾ അവർക്ക് സംസാരിക്കാനുള്ള താല്പര്യം ഉണ്ടല്ലോ, ആൾക്കാരുമായിട്ട് സംസാരിക്കാനുള്ള താല്പര്യം ഉണ്ടാവില്ല. അവർ ഒന്ന് പറഞ്ഞാൽ ഒന്നിലേക്ക് പോകും, അല്ലെങ്കിൽ മിണ്ടാതിരിക്കും. ഇത് കണ്ടറിയാം. സ്കിസോഫ്രീനിക് പേഷ്യൻസിനെയൊക്കെ നമുക്ക് പെട്ടെന്ന് കണ്ടാലറിയാം. അത് പെട്ടെന്ന് ഒരു ഡിപ്രസീവ് ഫേസിൻ്റെ അല്ലെങ്കിൽ ഒരു ഡിപ്രഷൻ്റെ സ്വഭാവങ്ങൾ കാണിച്ചിരിക്കും. ദെൻ ഹൈഡോണിയ എന്ന് വെച്ചാൽ ഒരു പ്ലഷറബിൾ സിറ്റുവേഷൻ ഉണ്ടാക്കി എന്നിരിക്കും, നല്ലൊരു സിറ്റുവേഷൻ ഉണ്ടാക്കി വളരെ ഹാപ്പി ആയിട്ട് നിൽക്കാമെന്ന്. പക്ഷെ അവിടെയും അവർക്ക് ഹാപ്പി ആയിട്ട് നിൽക്കാൻ പറ്റില്ല. അവർക്ക് സങ്കടമായിരിക്കും. അവർക്ക് ദേ ആർ നോട്ട് ഏബിൾ ടു എൻജോയ് ഹാപ്പിനെസ് ഇൻ ദ ലൈഫ്. ജീവിതത്തിലെ സന്തോഷം അവർക്ക് അനുഭവിക്കാൻ പറ്റില്ല. അല്ലെങ്കിൽ പ്ലഷറബിൾ സിറ്റുവേഷൻ അവർ ഇഷ്ടപ്പെടുന്നില്ല. അസോഷ്യാലിറ്റി, കാരണം പെട്ടെന്ന് ഒരു സോഷ്യൽ വിഡ്രോവൽ ഉണ്ടാകും. ആൾക്കാരുമായിട്ട് ചേരാൻ താല്പര്യം ഉണ്ടാകാതിരിക്കുക, അതിൽ നിന്ന് പുറത്തേക്ക് പോരുക. ദാറ്റ്സ് എ ഫ്ലാറ്റ് എഫക്റ്റ്. ഇത് വളരെ വളരെ പ്രാധാന്യമുള്ള ഒരെണ്ണമാണ് ഈ സ്കിസോഫ്രീനിയെ സംബന്ധിച്ച്. കാരണം ഇറ്റ്സ് എ ഫ്ലാറ്റ് എഫക്റ്റ്. വെറുതെ ഇങ്ങനെ ബ്ലാങ്ക് ആയിട്ടിരിക്കുക. നമ്മളെന്ത് പറഞ്ഞു കഴിഞ്ഞാലും ഫ്ലാറ്റ് എഫക്റ്റ്, മുഖത്തിങ്ങനെ വികാരങ്ങളൊന്നും ഉണ്ടാവില്ല. നമ്മൾ നല്ല കാര്യം പറഞ്ഞാലും കേട്ടുകൊണ്ടിരിക്കും, ചീത്ത കാര്യങ്ങൾ പറഞ്ഞാലും കേട്ടുകൊണ്ടിരിക്കും, വഴക്ക് പറഞ്ഞാലും കേട്ടുകൊണ്ടിരിക്കും, ദേഷ്യപ്പെട്ടാലും കേട്ടുകൊണ്ടിരിക്കും, തമാശ പറഞ്ഞാലും കേട്ടു. ഒരു ഫ്ലാറ്റ്, ഒരു വികാരം മുഖത്തുണ്ടാവില്ല. ദാറ്റ് ഇസ് കോൾഡ് ഫ്ലാറ്റ് എഫക്റ്റ്. പിന്നെ ഡീറെയിൽമെന്റ് ഓഫ് ലൂസ് അസോസിയേഷൻ. ഒന്ന് ഒരു മെയിൻ ഏരിയയിൽ ഒരു ചെയ്യുന്ന കാര്യം തന്നെ ഒരു കണ്ടിന്യൂറ്റി ഉണ്ടാകും, എവിടെയെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും പോയിക്കൊണ്ടിരിക്കും. പിന്നെ ഡിസോർഗനൈസ് സ്പീച്ച്. ഡിസോർഗനൈസ് സ്പീച്ചിന് ഒരു ക്രമവും ഉണ്ടാവില്ല. സ്പീച്ചിന് ഡിസോർഗനൈസ് സ്പീച്ച് ആയിരിക്കും. എന്ന് വെച്ചാൽ ഒരു ഓർഗനൈസ്, നമ്മൾ പറയുമ്പം എല്ലാത്തിനും സ്ട്രക്ചർ ഉണ്ടാകും, കണ്ടന്റ് ഉണ്ടാകും, വാചകങ്ങൾ മുഴുവൻ പറയും, അല്ലെങ്കിൽ എന്തെങ്കിലും നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള കാര്യങ്ങൾ പ്രത്യേകം നമ്മൾ പറഞ്ഞിരിക്കും. പക്ഷേ ഇവരെ സംബന്ധിച്ചിടത്തോളം ഡിസോർഗനൈസ് സ്പീച്ച് ആയിരിക്കും. കമ്മ്യൂണിക്കേഷൻ പ്രോപ്പറായിട്ട് നടക്കുകയില്ല. അവർ മനസ്സിൽ ഉദ്ദേശിക്കുന്നതും പറയുന്നതും ആ പറയുന്നതിന് കേൾക്കുന്ന ആളുണ്ടാക്കുന്നതായ മീനിങ് ഒക്കെ വ്യത്യാസമായിരിക്കും. ഡീറെയിൽമെന്റ് ഓർ ലൂസ് അസോസിയേഷൻ. ആരുമായിട്ട് അങ്ങനെ ചേരുകയില്ല, ചേരാതിരിക്കുക, അങ്ങനെ മാറി 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 പോവുക. ആരുമായിട്ട് ചേർന്ന് കഴിഞ്ഞാൽ അവിടെ ശരിയല്ല, അല്ലെങ്കിൽ ശരിയല്ല എന്ന് പറഞ്ഞ് പോരുക, അല്ലെങ്കിൽ ആ ഗ്രൂപ്പിൻ്റെ കൂട്ടത്തിൽ അവിടെ കംഫർട്ടായിരിക്കുകയില്ല. ഏതെങ്കിലും ഗ്രൂപ്പിൻ്റെ കൂട്ടത്തിൽ നിൽക്കുക എന്നുള്ളത് അവരെ സംബന്ധിച്ചിടത്തോളം നടക്കാത്ത കാര്യമാണ്. ദെൻ നിയോലോഗിസം. ഈ നിയോലോഗിസമാണ് നമുക്ക് അടുത്ത ഒരു വലിയ പ്രശ്നമുള്ളത്. നിയോലോഗിസം എന്ന് പറഞ്ഞാൽ പുതിയ പുതിയ വാക്കുകൾ ഉണ്ടാക്കുക. അതിന് മീനിങ് അവർ തന്നെ തീരുമാനിക്കുന്നു, അല്ലെങ്കിൽ അതിൻ്റെ പ്രത്യേകിച്ച് മീനിങ് ഒന്നും ഉണ്ടാവില്ല, നമുക്ക് മനസ്സിലാകുകയില്ല. ചിലത് പറയും മറുഭാഷ എന്ന് പറയും, മലയാളത്തിൽ മറുഭാഷ പറയും. യാതൊരു ബന്ധമില്ലാത്ത വേറെ കാര്യങ്ങൾ പറയും. ഇത് നമ്മൾ കേൾക്കുക എന്നുള്ളതേ ഉള്ളൂ, കേട്ടാൽ നമുക്ക് അർത്ഥം മനസ്സിലാകില്ല. പുതിയ പുതിയ വാക്കുകൾ ഉണ്ടാക്കുക,
പുതിയ വാക്കുകൾ ഉണ്ടാക്കുക, പുതിയ കാര്യങ്ങൾ ഉണ്ടാക്കുക, പറയുന്ന സെൻറ്റൻസിനകത്ത് പുതിയ കാര്യങ്ങൾ ആഡ് ചെയ്യുക. പക്ഷെ അതിനൊന്നും ഒരു മീനിങ് ഉണ്ടാകില്ല. നിയോലോഗിസം എന്നാണ് പറയുന്നത്. കാരണം എന്തെങ്കിലും വാക്ക് ആ വാക്ക് പറയുന്നതിന് മീനിങ് കൊടുക്കുന്ന അവർ തന്നെയാണ്, നമുക്ക് പറയാൻ പറ്റില്ല. അതല്ലെങ്കിൽ നമ്മൾ നോക്കിയാലും ആ മീനിങ് ആയിട്ട് നമുക്ക് മനസ്സിലാകില്ല. ദെൻ ടാൻജൻഷ്യൽ സ്പീച്ച്, ഇങ്ങനെ ഏതെങ്കിലും പൂർത്തിയാക്കാതെ ഇടയ്ക്കിടയ്ക്ക് കൊണ്ടുവന്നിട്ട് നമ്മൾ സ്പീച്ച് നിർത്തിയ ഒരു സ്പീച്ച് പറയുമ്പോൾ അത് കംപ്ലീറ്റ് ആകാതെ ടാൻജൻഷ്യൽ സ്പീച്ച്. ടൈപ്സ് ഓഫ് സ്കിസോഫ്രീനിയ. അപ്പോൾ സ്കിസോഫ്രീനിയ എന്നാന്ന് പറയും, സ്കിസോഫ്രീനിയയുടെ ലക്ഷണങ്ങൾ എന്താണെന്ന് പറഞ്ഞു, മെയിനായിട്ടുള്ള കാര്യങ്ങൾ നോക്കേണ്ടത്. അപ്പോൾ ആദ്യത്തെ സ്കിസോഫ്രീനിയ, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സ്കിസോഫ്രീനിയാണ്. നമ്പർ 1 പാരനോയിഡ് സ്കിസോഫ്രീനിയ, സംശയരോഗം. അപ്പോൾ സംശയരോഗം എന്ന് പറയുന്നത് സ്കിസോഫ്രീനിയയിലുണ്ട്, അല്ലാത്ത രീതിയിലുണ്ട്. പാരനോയിഡ് ഡിസോർഡർ എന്ന് പറഞ്ഞിട്ടുണ്ട്, അത് വേറെയാണ്. ഇതിനകത്ത് പക്ഷേ സ്കിസോഫ്രീനിയയുടെ സിംറ്റംസുകൾ കാണിക്കണം. സ്കിസോഫ്രീനിയയുടെ സിംറ്റംസ് കാണിക്കുക, അതിനകത്ത് സംശയവും കൂടെ വന്നു കഴിഞ്ഞാൽ പാരനോയിഡ് സ്കിസോഫ്രീനിയ, സംശയം ഉണ്ടാക്കും. പക്ഷേ ഈ സ്കിസോഫ്രീനിയയുടെ ട്രീറ്റ്മെൻ്റ് ഒക്കെ കുറേ ലോങ് ടേം ട്രീറ്റ്മെൻറ്റാണ്. അപ്പം ഡിലൂഷൻ ഡിസോർഡർ വന്നാൽ ചിലപ്പോൾ അത്രയും നാൾ നമുക്ക് ട്രീറ്റ്മെൻറ്റ് എടുക്കേണ്ടി വരില്ല. പക്ഷേ ഇതെന്ന് പറയുമ്പോൾ നമ്മൾ കണ്ടമാനം ട്രീറ്റ്മെൻറ്റ് എടുക്കേണ്ടി വരാം. സംശയരോഗം ഏത് രീതിയിലുള്ള സംശയങ്ങൾ വേണേലും ആകാം. ഒന്ന്, എന്നെ ആൾക്കാർ നശിപ്പിക്കാൻ വരുന്നു, എന്നെക്കുറിച്ച് ആൾക്കാർ പറയുന്നു, അല്ലെങ്കിൽ എന്നെ കൊല്ലാൻ ശ്രമിക്കുന്നു, അല്ലെങ്കിൽ എൻ്റെ ആഹാരത്തിനകത്ത് വിഷം കലർത്തുന്നു. അപ്പം ഇതൊക്കെ പാരനോയിഡ് സ്കിസോഫ്രീനിയ നമ്മൾ സാധാരണ കേൾക്കാറുള്ളതാണ്. കൂടുതലും കൊഞ്ചുകൾ പാരനോയിഡ് സ്കിസോഫ്രീനിയാണ്. ഭർത്താവിന് വേറെ അല്ലെങ്കിൽ ഭാര്യയ്ക്ക് വേറെ ബന്ധമുണ്ട് എന്ന് സംശയിക്കുന്ന ആൾ. പാരനോയിഡ് സ്കിസോഫ്രീനിയുടെ മെയിൻ ഇതെന്താണെന്ന് വെച്ചാൽ തെറ്റിദ്ധാരണകളാകാം, ഇല്ലാത്തത് ഒന്ന് ഉണ്ടെന്ന് വിശ്വസിക്കുകയാണ്. അതിനകത്ത് ഒന്നാണ് ഞാൻ പറഞ്ഞത്, കൊഞ്ചുകൾ, ഭർത്താവിനെ സംശയം. The second one is called disorganized schizophrenia. Disorganized schizophrenia എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം ഉണ്ടാവും, അതിൻ്റെ ഒരു മിക്സ്ഡ് ആയിരിക്കും. അത് ക്രമത്തിന് നമുക്ക് ഇതിൻ്റെ ലക്ഷണങ്ങളുണ്ടെന്ന് പറയാൻ പറ്റില്ല. സ്കിസോഫ്രീനിയയുടെ എല്ലാവിധ ലക്ഷണങ്ങളും നമ്മൾ കാണിക്കുകയും ചെയ്യും. പക്ഷേ ചിലപ്പോൾ ക്ലിയർ ആണെന്ന് നിർബന്ധമില്ല. ഡിസോർഗനൈസ്ഡ് സ്കിസോഫ്രീനിയ. ദെൻ കാറ്ററ്റോണിക് സ്കിസോഫ്രീനിയ. കാറ്ററ്റോണിക് സ്കിസോഫ്രീനിയാണ് വളരെ വളരെ അറിഞ്ഞിരിക്കേണ്ട ഒരു സംഗതി. കാരണം കാറ്ററ്റോണിക് സ്കിസോഫ്രീനിയ എന്ന് പറയാൻ കാരണം ഇത് കാണാൻ വളരെ റെയറായിട്ടുള്ളതാണ്, പലപ്പോഴും നമ്മൾ കാണുന്നത്. മറ്റുള്ള സ്കിസോഫ്രീനിയ കിട്ടിയാലും ഈ കാറ്ററ്റോണിക് സ്കിസോഫ്രീനിയ എന്ന് പറഞ്ഞ് കിട്ടാൻ ഇത് റിജിഡിറ്റി ഓഫ് ദ മസിൽസ് ആണ്. റിജിഡിറ്റി ആകും, ഫ്ലെക്സിബിലിറ്റി ആകാം. അപ്പം ഏതെങ്കിലും ഒരു പൊസിഷനെ കൈ കൊണ്ട് നിർത്തി ആ കൈ അവിടെ തന്നെ ഇങ്ങനെ നിൽക്കും. ഒരു കൈ ഇങ്ങനെ നീട്ടി വെച്ചു, അത് എത്ര നേരം വേണമെങ്കിലും അവിടെ നിൽക്കും. കൈ മൂക്കി പിടിപ്പിച്ചു, അത് എത്ര നേരം വേണമെങ്കിലും അവിടെ നിൽക്കും. അപ്പം ദിസ് കോൾസ് കാറ്ററ്റോണിക് സ്കിസോഫ്രീനിയ. കാറ്ററ്റോണിക് സ്കിസോഫ്രീനിയ കുറച്ചുകൂടെ കിനസ്തെറ്റിക്, അതായത് ബോഡി മൂവ്മെൻറ്റ്സിൽ കുറച്ച് പ്രശ്നമുള്ളതുകൊണ്ട് കുറച്ച് ബുദ്ധിമുട്ടുകൾ ട്രീറ്റ് ചെയ്യാനും ഉണ്ടാവും. പക്ഷേ ഇത് അത്ര കോമൺ ആയിട്ട് നമ്മൾ കാണാറില്ല കാറ്ററ്റോണിക് സ്കിസോഫ്രീനിയ. ദെൻ അൺഡിഫറൻഷിയേറ്റഡ് ടൈപ്സ്. അൺഡിഫറൻഷിയേറ്റഡ് ടൈപ്പ് എന്ന് വെച്ചാൽ ഇത് ഒരു കാറ്റഗറി പെടുത്താൻ പറ്റുകയില്ല. ഇത് ഇന്നത് വെച്ചിട്ടല്ല, ലക്ഷണങ്ങൾ വെച്ചിട്ട് ഇത് ഇന്നതാണ് എന്ന് പറഞ്ഞ് നമുക്ക് മാറ്റാൻ പറ്റില്ല. ദാറ്റ്സ് കോൾഡ് ഡിഫറൻഷ്യൽ ടൈപ്പ്. റെസിഡ്യൂവൽ ടൈപ്പ്. റെസിഡ്യൂവൽ ടൈപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രാവശ്യം വന്ന സംഗതി അതങ്ങ് പോകും, പിന്നെ നമ്മൾ കാണുകയില്ല. അത് പിന്നെ നമുക്ക് ഉണ്ടാകണമെന്ന് നിർബന്ധമില്ല. നമുക്ക് ഒന്നുകൂടെ നോക്കാം. സോ സ്കിസോഫ്രീനിയ എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് വൺ ഇസ് കോൾഡ് ദ ഇല്യൂഷൻ, ദെൻ ഹാലൂസിനേഷൻ, ഡിസോർഗനൈസ്ഡ് സ്പീച്ച്. ഡിസോർഗനൈസ്ഡ് സ്പീച്ചിൻ്റെ കാര്യം എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം. ഈ പറയുന്ന കാര്യങ്ങളുമായിട്ട് പലപ്പോഴും യാതൊരു ബന്ധവും ഇല്ലാത്ത കാര്യങ്ങളായിരിക്കും നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുക. ഒരു കാര്യത്തെക്കുറിച്ച് വേറെ പല കാര്യത്തിലേക്ക് പോവുക. പിന്നെ കാറ്ററ്റോണിക് ബിഹേവിയർ. ദെൻ നെഗറ്റീവ് സിംറ്റംസ് സച്ച് ആസ് എമോഷണൽ എക്സ്പ്രഷൻ. ഈ എമോഷണൽ എക്സ്പ്രഷനാണ് സ്കിസോഫ്രീനിയയിൽ എപ്പോഴും നമുക്ക് കാണാനും കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് ഉള്ള സംഗതി. നെഗറ്റീവ് സിംറ്റം. അലോഗ്യ എന്ന് വെച്ച് കഴിഞ്ഞാൽ സോഷ്യൽ, സംസാരം കുറയുക, ഒന്നിലേക്ക് ഒതുങ്ങുക, അധികം ആൾക്കാരുമായിട്ട് ചേരാനും എടുക്കാനും
പ്രകടിപ്പിക്കാനുള്ള താല്പര്യങ്ങൾ കാണിക്കാതിരിക്കുക. ദെൻ അഡ്രോണിയ, പ്ലഷറബിൾ സിറ്റുവേഷൻ എൻജോയ് ചെയ്യാൻ പറ്റില്ല. നല്ലൊരു സമയം, നല്ലൊരു മൂഡ് ഉണ്ടെങ്കിൽ അവർക്കത് എൻജോയ് ചെയ്യാൻ പറ്റില്ല. ദെൻ അസോഷ്യാലിറ്റി, സമൂഹത്തിൽ നിന്ന് പിൻവലിയ അസോഷ്യാലിറ്റി. ദെൻ ഫ്ലാറ്റ് എഫക്റ്റ്, ഇതാണ് എപ്പോഴും സ്കിസോഫ്രീനിയയിൽ ഓർക്കേണ്ട ഫ്ലാറ്റ് എഫക്റ്റ് ആണ്. അവർക്ക് വികാരം എക്സ്പ്രസ് ചെയ്യാനോ പറയുന്ന വികാരങ്ങൾ ഉൾക്കൊള്ളാനോ അവർക്ക് സാധിക്കില്ല. ഡിസോർഗനൈസ്ഡ് സ്പീച്ച്, then derailment, loss of association, allogia and tangential speech. Types of schizophrenia. First one is called paranoid schizophrenia. Paranoid schizophrenia എപ്പോഴും നമ്മൾ പറയുന്നതാണ്. ഇതാണ് സാധാരണഗതിയിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന സ്കിസോഫ്രീനിയ, പാരനോയിഡ് സ്കിസോഫ്രീനിയ. അപ്പം ഇതിനകത്ത് നമ്മൾ ബാക്കിയുള്ള എന്നെ കൊല്ലാൻ വരുന്നുണ്ട്, എന്നെ ചതിക്കാൻ വരുന്നുണ്ട്, എന്നെ പറ്റിക്കാൻ വരുന്നുണ്ട്, അങ്ങനെയൊക്കെയുള്ള പറഞ്ഞ പല കാര്യങ്ങളും പറയും. ദാറ്റ് ഈസ് കോൾഡ് paranoid schizophrenia. Then disorganized schizophrenia, catatonic schizophrenia. Schizophrenia form disorder. Schizophrenia form disorder എന്ന് പറയുമ്പോൾ സ്കിസോഫ്രീനിയയുടെ ലക്ഷണങ്ങളൊക്കെ അതിനകത്തുണ്ട്. അതൊരു ഫോം, മുഴുവൻ സ്കിസോഫ്രീനിയ ഇത് കാണണമെന്നില്ല. സ്കിസോഫ്രീനിയ കാണിക്കാം, അതിൻ്റെ ലക്ഷണങ്ങൾ കാണിക്കാം, ഹാലുസിനേഷൻ ആൻഡ് ഡിലൂഷൻസ് ഉണ്ടാകാം. പക്ഷെ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് നമുക്കത് കൺഫേം ചെയ്യണമെന്ന് നിർബന്ധമില്ല. പക്ഷെ സ്റ്റാർട്ടിങ് നമുക്കത് കാണാൻ പറ്റും. കാരണം ഇതാണ് സ്കിസോഫ്രീനിയ ഫോം ഡിസോർഡർ. അഫക്റ്റീവ് ഡിസോർഡർ, ഇതിനകത്ത് എമോഷൻസ് ഒക്കെ, സ്കിസോഫ്രീനിയയിൽ വരുന്ന എമോഷൻസ് ഒക്കെ അവർ ഉണ്ടാവും. ആ അഫക്റ്റ് കുറച്ചുകൂടി ഇതായിരിക്കും. അപ്പോൾ സ്കിസോഫ്രീനിയ ഫോമിനെക്കാട്ടും കൂടുതൽ ഇവരൊക്കെ ഉണ്ടാകുന്ന ഇവരെ അഫക്റ്റിൽ ഭയങ്കര ചേഞ്ചസ് ഉണ്ടാകും, അല്ലെങ്കിൽ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാം. ഡിലൂഷണൽ ഡിസോർഡർ, ഇതാണ് സാധാരണ ഇത് നമ്മൾ സ്കിസോഫ്രീനിയ നമ്മൾ പറയും ഡിലൂഷൻ ഡിസോർഡർ. ഇല്ല, ഹാലൂസിനേഷൻ ഉണ്ടാകില്ല, ഡിലൂഷൻ മാത്രം ഉണ്ട്. ആൾ എന്നെ കുറിച്ച് പറയുന്നു, ചൂള അടിക്കുന്നു, എന്നെ പുറയുന്നു വിളിക്കുന്നു, എൻ്റെ പുറകെ നടക്കുന്നു, അങ്ങനെയൊക്കെ വരുന്നതാണ് ഡിലൂഷണൽ ഡിസോർഡർ. നമ്മൾ മെയിൻലി ഈ ഡിലൂഷൻ ഡിസോർഡർ കുറച്ച് സീരിയസ് ടൈപ്പുള്ള ഒരു അസുഖം തന്നെയാണ്. ദെൻ ബ്രീഫ് സൈക്കോട്ടിക് ഡിസോർഡർ, ബ്രീഫ് ചെറുതായിട്ട് എന്തെങ്കിലും സൈക്കോട്ടിക് ലക്ഷണങ്ങളൊക്കെ വന്നിട്ട് അത് പോകാം. ബയോളജിക്കൽ കോസ് ഓഫ്, എന്തൊക്കെയാണ് ഈ സ്കിസോഫ്രീനിയ വരാനുള്ള കാരണങ്ങൾ, ഉണ്ടാകാനുള്ള കാരണങ്ങൾ? ഫസ്റ്റ് വൺ ഇസ് ജനറ്റിക്കൽ ഇൻഫ്ലുവൻസ്, പാരമ്പര്യമായിട്ട്. അപ്പോൾ നമ്മൾ പറയും സ്കിസോഫ്രീനിക്, നമ്മൾ കേസസ് എടുക്കുമ്പോൾ ആദ്യം തന്നെ പറഞ്ഞിട്ടുള്ളതാണ് പാരമ്പര്യം എന്ന് പറയുന്നത് ഈ രോഗം ഉണ്ടാകാൻ ഉള്ള ഒരു കാരണമാണ്. ഇപ്പോൾ അച്ഛനോ അമ്മയ്ക്കോ ഉണ്ട്, കുടുംബത്തിൽ ആർക്കെങ്കിലും ഉണ്ട്. ഇപ്പോൾ ജീൻ ട്രാൻസ്ഫർ ചെയ്തു, ജീൻസ് ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ ജീനിൻ്റെ ഇതിൽ നിന്ന് പഠിച്ചിട്ടുണ്ട്. ജനറ്റിക്കൽ ഇൻഫ്ലുവൻസ് ഇതിനകത്ത് വളരെ കൂടുതലുണ്ട്. ജനറ്റിക്കലി സം പ്രോബ്ലം എന്ന് വെച്ചാൽ പാരമ്പര്യം സ്കിസോഫ്രീനിക് പേഷ്യൻസിന് ഒരു കാരണമാണ്. പാരന്റൽ എക്സ്പോഷർ, പാരന്റൽ എക്സ്പോഷർ എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്കിസോഫ്രീനിയ ഉള്ള പേഷ്യൻസിൻ്റെ പാരൻസുമായിട്ട് സമ്പർക്കം വന്നാൽ, അല്ലെങ്കിൽ അവരുടെ കുടുംബം അവർക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് നമുക്ക് സ്കിസോഫ്രീനിയ ആയിട്ട് മാറാം. വളർത്തിക്കൊണ്ടിരുന്ന അച്ഛൻ്റെ പ്രശ്നങ്ങൾ, അച്ഛൻ എന്തെങ്കിലും ഉണ്ടെന്നറിയാം, അച്ഛന് മാനസിക രോഗങ്ങളുണ്ടെന്നറിയാം, അല്ല അമ്മയ്ക്ക് മാനസിക രോഗങ്ങളുണ്ട്, ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ അത് നമ്മുടെ സ്കിസോഫ്രീനിയയിലേക്ക് നമുക്ക് നമ്മുടെ ഈ ബയോളജിക്കൽ സ്കിസോഫ്രീനിയ എന്ന് പറയുന്നത് പാരന്റൽ എക്സ്പോഷർ, അതൊരു കാരണമാണ്. ജനറ്റിക്കൽ, പിന്നെ പാരന്റൽ എക്സ്പോഷർ. ദെൻ വൈറൽ ഇൻഫെക്ഷൻസ്, അടുത്ത കാരണം വെച്ചാൽ വൈറൽ ഇൻഫെക്ഷൻ. വൈറൽ ഇൻഫെക്ഷൻസ് ചിലപ്പോൾ തലച്ചോറിനകത്തുണ്ടാക്കിയ ഈ രോഗലക്ഷണങ്ങൾ മുഴുവൻ നമുക്ക് കാണിക്കാൻ പറ്റും. ആ പേഷ്യൻസ് മുഴുവൻ കാണിക്കാം. അതിൻ്റെ ഇതാണ് വൈറൽ ഇൻഫെക്ഷൻ. എന്തെങ്കിലും ഇൻഫെക്ഷൻ ബ്രെയിനിൽ അടിച്ചു കഴിഞ്ഞാൽ സ്കിസോഫ്രീനിയ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് എന്നാണ് പഠനം കാണിക്കുന്നത്. RH ഫാക്ടേഴ്സ് ഉണ്ട്, ശരീരത്തിലുള്ള RH ഫാക്ടേഴ്സ് ഉണ്ട്. ഈ RH ഫാക്ടേഴ്സ് കോമ്പറ്റബിലിറ്റി ഇല്ലെങ്കിൽ ആണിൻ്റെയും പെണ്ണിൻ്റെയും RH ഫാക്ടേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ സ്കിസോഫ്രീനിയ ഉണ്ടാക്കി. ഇത് കൂടുതലും ബയോളജിക്കൽ ഫാക്ടേഴ്സാണ്. ഇപ്പം ഞാൻ പറയുന്ന മുഴുവൻ ബയോളജിക്കാണ്. സൈക്കോ സോഷ്യൽ ഫാക്ടേഴ്സൊക്കെ അടുത്തുണ്ട്. ഇത് ബയോളജിക്കൽ ഫാക്ടേഴ്സാണ്. ഒന്ന് ജനറ്റിക്, പാരമ്പര്യം.
ഇപ്പം അമേരിക്കയിൽ ഒരു പഠനം നടക്കുന്നുണ്ട്. ഇത് ബ്ലഡൊക്കെ ടെസ്റ്റ് ചെയ്തിട്ട് ഭാവിയിൽ മാനസിക രോഗം വരാൻ ഉള്ള ആളാണോ, അതിനുള്ള സാധ്യതകളുണ്ടോ എന്ന് പറഞ്ഞ് കണ്ടുപിടിക്കാൻ സൗകര്യങ്ങളൊക്കെ. അപ്പോൾ RH ഇൻകോമ്പാക്റ്റബിലിറ്റിയാണ് അടുത്ത കേസ്. ദെൻ പ്രഗ്നൻസി ആൻഡ് ബർത്ത് കോംപ്ലിക്കേഷൻ. പ്രഗ്നൻസി സ്റ്റേജിൽ കുട്ടിക്ക് എന്തെങ്കിലും പറ്റിയാൽ, മെയിൻലി ബ്രെയിനിന് പറ്റിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ സ്കിസോഫ്രീനിക്കുള്ള സാധ്യതയുണ്ട്. ഇത് വ്യക്തമായ ഒരു പഠന രീതിയല്ല, കാരണം എന്ന് വെച്ചാൽ എങ്ങനെ ഉണ്ടാകും എന്ന് പറയുന്നതല്ല, പക്ഷെ എന്നാലും ശാസ്ത്രീയമായിട്ട് അത് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രഗ്നൻസി ആൻഡ് ബർത്ത് കോംപ്ലിക്കേഷൻസ്. ഏർലി ന്യൂട്രീഷ്യൽ ഡെഫിഷ്യൻസി ആൻഡ് മെറ്റേണൽ സ്ട്രെസ്. ചെറുപ്പത്തിലിരിക്കുമ്പം ആവശ്യത്തിനുള്ള സമയത്ത് ന്യൂട്രീഷ്യൽ ഫുഡ് കിട്ടില്ല, ബ്രെയിനിൻ്റെ വളർച്ചയെ ബാധിക്കും. ബ്രെയിനിൻ്റെ വളർച്ചയെ ബാധിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അത് സ്കിസോഫ്രീനിയായിട്ട് മാറാം. അപ്പം ഇതൊക്കെ ബയോളജിക്കൽ ഫാക്ടേഴ്സാണ്. ജെനിക്കൽ ഇൻഫ്ലുവൻസ്, പാരമ്പര്യമായ കാര്യങ്ങൾ. സെക്കൻഡ്, പാരന്റൽ എക്സ്പോഷർ. വൈറൽ ഇൻഫെക്ഷൻ സ്കിസോഫ്രീനിയ വരാനുള്ള സാധ്യതകളായിട്ട് നമ്മൾ പറയുന്നുണ്ട്. ദെൻ RH ഇൻകോമ്പാക്റ്റബിലിറ്റി. ആണിനും പെണ്ണിനും ശരീരത്തിന് RH ഫാക്ടേഴ്സിന് വ്യത്യാസമുണ്ടെങ്കിൽ, അത് മാച്ച് ചെയ്യുന്നില്ലെങ്കിൽ there is high chance of schizophrenia. Then pregnancy and birth complication. പ്രഗ്നൻസി സമയത്ത് ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ, പിന്നെ ബർത്തിലുണ്ടാകുന്ന കോംപ്ലിക്കേഷൻ. ചില ബർത്തിലേക്കുള്ള പ്രഗ്നൻസി സ്റ്റേജ് ബ്രെയിനിൽ ചിലപ്പോൾ ഡെവലപ്പ് വരാതിരിക്കാം. ബർത്ത് കോംപ്ലിക്കേഷൻസ് എന്ന് പറഞ്ഞാൽ ബർത്തിനോട് കൂടി എന്തെങ്കിലുമൊക്കെ നമുക്ക് പ്രശ്നങ്ങളുണ്ടാക്കും. കഴുത്തിൽ ചുറ്റുക, ഓക്സിജൻ വേണ്ട രീതിയിൽ കിട്ടാതെ വരിക, അപ്പം ബ്രെയിനിന് ഡാമേജ് ഉണ്ടാകുക, അങ്ങനെ വരാം. പിന്നെ ന്യൂട്രീഷ്യൽ ഡെഫിഷ്യൻസി ആൻഡ് മെറ്റേണൽ സ്ട്രെസ്. ഭയങ്കര സ്ട്രെസ്സുള്ള കുട്ടികളാണ്, ഭയങ്കര സ്ട്രെസ് ഉണ്ടാകുക. അവർക്ക് അതിൻ്റെ കൂട്ടത്തിൽ കറക്റ്റുള്ള ന്യൂട്രീഷ്യൽ ഫുഡും കിട്ടുന്നില്ല. അങ്ങനെയാണെങ്കിൽ അത് സ്കിസോഫ്രീനിയ വരാനുള്ള സാധ്യതയായിട്ട് എടുക്കുന്നു. ഒന്നോട് നോക്കിയുള്ളൂ. ബയോളജിക്കൽ ഫാക്ടേഴ്സ്. ഒന്ന് ജെനറ്റിക്കൽ ഇൻഫ്ലുവൻസ്, പാരമ്പര്യമായിട്ട് നമുക്ക് സ്കിസോഫ്രീനിയ വരാനുള്ള കാര്യങ്ങൾ. പ്രീനേറ്റൽ എക്സ്പോഷർ, കുഞ്ഞായിരിക്കുമ്പോൾ ഉണ്ടാക്കുന്ന സംഗതികൾ. ദെൻ വൈറൽ ഇൻഫെക്ഷൻസ്, വൈറൽ എന്തെങ്കിലും രോഗങ്ങൾ ബാധിക്കുക, അങ്ങനെ തലച്ചോറിനെ ബാധിച്ചു കഴിഞ്ഞാൽ. പിന്നെ റിവേഴ്സസ് കോമ്പാക്റ്റബിലിറ്റി, RH ഫാക്ടേഴ്സ്. അത് ആണിൻ്റെയും പെണ്ണിൻ്റെയും RH ഫാക്ടേഴ്സ് അനുസരിച്ചിരിക്കും. ദെൻ പ്രഗ്നൻസി ആൻഡ് ബർത്ത് കോംപ്ലിക്കേഷൻസ് ആൻഡ് ഏർലി ന്യൂട്രീഷ്യൽ ഡെഫിഷ്യൻസി ആൻഡ് മെറ്റീരിയൽസ്. എന്നുവെച്ചാൽ ന്യൂട്രീഷ്യൻസ് കുറയുമ്പോൾ സ്കിസോഫ്രീനിയ ഉണ്ടാകാനുള്ള സാധ്യത നമ്മൾ കാണുന്നുണ്ട്. ന്യൂറോ ഡെവലപ്മെൻറ്റ് ഫാക്ടേഴ്സാണ് അടുത്തത്. അതിനകത്ത് ആദ്യത്തെ ന്യൂറോ ഡെവലപ്മെൻറ്റ് ഫാക്ടേഴ്സിനകത്ത് ന്യൂറോളജിക്കൽ ഡെവലപ്മെൻറ്റ്, തലച്ചോറിനകത്ത് എന്തായാലും ഉണ്ടാകും. ന്യൂറോൺസിൻ്റെയാണ് ഇത്, ന്യൂറലല്ല. ഇത് ഞരമ്പുമായിട്ട് ബന്ധപ്പെട്ടതല്ല നമ്മൾ പറയുന്നത്. തലച്ചോറ് ഉണ്ടാകുമ്പോൾ ഡെവലപ്പ് ചെയ്യുമ്പോൾ എന്തെങ്കിലും ഡെവലപ്മെൻറ്റ് ഫാക്ടേഴ്സ്, എന്തെങ്കിലും അസുഖങ്ങളൊക്കെ ഇടയ്ക്ക് ഉണ്ടായിരുന്നെങ്കിൽ അങ്ങനെ ഇത് അസുഖം ഡെവലപ്പ് ചെയ്യാനുള്ള സാധ്യതകളുണ്ട്. പിന്നെ ന്യൂറോ അനാറ്റമിക്കൽ ഫാക്ടേഴ്സ്, അനാറ്റമിയാണ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഏതെങ്കിലും ഘടനയിലുണ്ടാകുന്ന വ്യതിയാനം ഉണ്ടായത്. ന്യൂറോ കെമിക്കൽ ഫാക്ടേഴ്സ്, തലച്ചോറിനകത്ത് ഉണ്ടാകുന്ന ഹോർമോൺസ് കൊണ്ട് TSH പോലെയുള്ള സംഗതികളൊക്കെ നമ്മൾ അതിനകത്ത് കാണുന്ന ഒരു കാരണമാണ്. കാരണം അസുഖം വരാനുണ്ടായ കാരണങ്ങളെ കുറിച്ചാണ് നമ്മൾ പഠിക്കുന്നത്. ദെൻ ന്യൂറോ കോഗ്നിറ്റീവ് ഫാക്ടേഴ്സ്. ഒരു സംഗതിയെക്കുറിച്ച് നമ്മൾ പെർസീവ് ചെയ്യുന്നത്, ആ പെർസെപ്ഷനാണ് അടുത്തത്. കാരണം പെർസീവ് ചെയ്യുന്നപ്പോഴും നമ്മുടെ എക്സ്പീരിയൻസ് വെച്ചിട്ടൊക്കെ ആയിരിക്കും നമ്മളതിനെ പെർസീവ് ചെയ്യുന്നത്. അപ്പോൾ പെർസെപ്ഷൻ ഒരു ആണ് കോഗ്നിറ്റീവ് ഫാക്ടേഴ്സാണ്. നമുക്ക് ഒന്നുകൂടെ നോക്കാം. ബയോളജിക്കൽ ഫാക്ടേഴ്സ്, ജെനറ്റിക്കൽ ഇൻഫ്ലുവൻസ്, പാരന്റൽ എക്സ്പോഷർ, വൈറൽ ഇൻഫെക്ഷൻ, RH ഫാക്ടേഴ്സ്, റിയൂസസ് കമ്പാറ്റബിലിറ്റി, ഇതൊക്കെ ഫാക്ടേഴ്സാണ്. ശരീരത്തിലുണ്ടാകുന്ന ബ്ലഡിൻ്റെ ഒരു ഫാക്ടറാണ് RH എന്ന് പറയുന്നത്. അത് RH ഫാക്ടേഴ്സും ആണിൻ്റെ പെണ്ണിൻ്റെ ഉണ്ട്. അത് നോക്കിയിട്ടാണ്
നമുക്ക് RH ഫാക്ടേഴ്സ് രണ്ടുകൂടി നെഗറ്റീവായിട്ട് ചേരുമ്പോൾ എന്തെങ്കിലും ഉണ്ടാകുന്നുണ്ടോ എന്താണെന്നുള്ളതാണ് RH ഫാക്ടേഴ്സ്. പ്രഗ്നൻസി ആൻഡ് ബർത്ത് കോംപ്ലിക്കേഷൻ, ഗർഭമായിരിക്കുമ്പോൾ ഇത് പലപ്പോഴും തെറ്റിദ്ധരിക്കപ്പെടുന്നതാണ്. ഇത് പരിപൂർണമായ ഒരു സയന്റിഫിക് സ്റ്റഡി ഇതുവരെ നടന്നു വന്നിട്ടില്ല. അത് പരിധി ഉള്ളൂ. ബർത്ത് കോംപ്ലിക്കേഷൻസ് ഉണ്ടാക്കാം. ബർത്ത് കോംപ്ലിക്കേഷൻ എന്ന് പറയുമ്പം കഴുത്തിൽ ഇത് വള്ളി ചുറ്റുക, കുടൽ ചുറ്റുക, ബ്രീത്തിങ് എടുക്കാതിരിക്കുക, ജനിച്ചു കഴിഞ്ഞാൽ കുട്ടിക്ക് ബ്രീത്ത് കിട്ടാതിരിക്കുക, അല്ലെങ്കിൽ സൈക്കിൾ ഫോം ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും ഉണ്ടാകാം. ഇങ്ങനെയൊക്കെയുള്ള സംഗതികൾ കുട്ടിക്ക് സ്കിസോഫ്രീനിയ ഉണ്ടാക്കാനുള്ള സാധ്യതകൾ കാണിക്കുന്നുണ്ട്. പിന്നെ ഏർലി ന്യൂട്രീഷൻ ഡെഫിഷ്യൻസി, നമുക്ക് നല്ല ന്യൂട്രീഷൻ ആയിട്ട് ഫുഡ് കൊടുക്കാതിരിക്കുക. അപ്പോൾ എപ്പോഴും ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രഗ്നൻ്റ് ആയിട്ടുള്ള ആൾക്കാർ ചെയ്യുന്നത് കഴിഞ്ഞാൽ ഈ ന്യൂട്രീഷൻ അവർ പറഞ്ഞു കൊടുത്ത് ഇവിടുന്ന് കിട്ടുന്നുണ്ട്. നമ്മൾ മോഡേൺ ന്യൂറോ ഡെവലപ്മെൻറ്റ് ഫാക്ടേഴ്സ് ആണ്. ഒന്ന് ന്യൂറോ ഡെവലപ്മെൻറ്റ്, ഞരമ്പുകളുടെ വ്യത്യാസങ്ങൾ. ന്യൂറോ അനാറ്റമിക്കൽ ഫാക്ടേഴ്സ്, ന്യൂറോ കെമിക്കൽ ഫാക്ടേഴ്സ്, തലച്ചോറിനകത്തേണ്ട കെമിക്കൽ ഫാക്ടേഴ്സ് എപ്പോഴും സ്കിസോഫ്രീനിയ പോലുള്ള രോഗങ്ങൾ ഉണ്ടാക്കാൻ സാധ്യത ഉള്ള കൂട്ടത്തിലാണ്. ട്രീറ്റ്മെന്റ് ഫോർ സ്കിസോഫ്രീനിയ. ട്രീറ്റ്മെന്റ് എപ്പോഴും നമ്മൾ ആലോചിക്കും. സ്കിസോഫ്രീനിയ ട്രീറ്റ്മെന്റ് മെയിൻലി ചെയ്യുന്നത് സൈക്കാട്രിസ്റ്റിനെ കണ്ടിട്ട് മരുന്ന് കൊടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതിനു മുമ്പ് സ്കിസോഫ്രീനിയയുടെ ലക്ഷണങ്ങൾ ഒന്നുകൂടെ നമ്മൾ മനസ്സിലാക്കുന്നത് നല്ലതാണ്. ബയോളജിക്കൽ ട്രീറ്റ്മെന്റ് നടത്തുന്നതിന് മുമ്പ് സ്കിസോഫ്രീനിയയുടെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ്, അതിൻ്റെ കാരണങ്ങൾ എന്തൊക്കെയാണെന്നൊക്കെ. ബയോളജിക്കൽ ട്രീറ്റ്മെന്റ് ആദ്യം പണ്ട് കാലങ്ങളിൽ സ്കിസോഫ്രീനിയ ട്രീറ്റ് ചെയ്യാനായിട്ടുണ്ടായിരുന്നത് ECT ആണ്. ഷോക്ക് കൊടുക്കുക, നമ്മൾ ഷോക്ക് കൊടുക്കുക എന്ന് വെച്ചാൽ 2-3 കാരണങ്ങൾ കൊണ്ടാണ് ഇതിന് ഷോക്ക് കൊടുക്കേണ്ടി വരിക. ഒന്നാമത്തെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് കാറ്ററ്റോണിക് ടൈപ്പ് ഓഫ് സ്കിസോഫ്രീനിയ ഉണ്ടാകും. ഒരു പൊസിഷനിൽ തന്നെ മണിക്കൂറുകൾ, ചിലപ്പോൾ 1-2 ദിവസമൊക്കെ നിന്നിരിക്കും. അങ്ങനെ ഒരു ബയോളജിക്കൽ ട്രീറ്റ്മെൻറ്റ് ആദ്യം ഉണ്ടായിരുന്നത് മുഴുവൻ ഈ ECT പോലുള്ള കൊടുക്കുകയായിരുന്നു. പിന്നെ അതിൻ്റെ മരുന്ന് റീപ്ലേസ് ചെയ്തു. അപ്പോൾ ഇഷ്ടംപോലെ അതിനുള്ള മരുന്ന് കിട്ടുന്നുണ്ട്. അപ്പോൾ മരുന്ന് കൊടുക്കാൻ പറ്റും. ബയോളജിക്കൽ ട്രീറ്റ്മെൻറ്റ് നമ്പർ 1 ECT. ദെൻ സൈക്കോസോഷ്യൽ ട്രീറ്റ്മെൻറ്റ്. എങ്ങനെയാണ് സമൂഹമായിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാക്കി അവർ സോഷ്യൽ വിഡ്രോവൽ എങ്ങനെയാണ് അതൊക്കെ നമ്മൾ മനസ്സിലാക്കി അവരെ തിരിച്ച് കൊണ്ടുവരാനുള്ള ഇതൊരു കോഗ്നിറ്റീവ് തെറാപ്പി പോലെ സൈക്കോസോഷ്യൽ ട്രീറ്റ്മെൻറ്റ് നടത്തുന്നു. അതർ ഡിസോർഡേഴ്സ്, നമ്മൾ ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതർ ഡിസോർഡേഴ്സ് എന്തൊക്കെയാണ് ഇതല്ലാതെ നമുക്കുണ്ടാകുന്നത്. അതായത് സ്കിസോഫ്രീനിയ പോലെ തന്നെ വേറെ സൈക്കോട്ടിക് ഡിസോർഡർ എന്തൊക്കെയാണ്. ഫസ്റ്റ് വൺ ഇസ് കോൾഡ് കൺവേർഷൻ ഡിസോർഡർ. കൺവേർട്ട് ചെയ്യുക. അപ്പോൾ കൺവേർട്ട് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ വീഴുക, സാധാരണ തലയിറങ്ങി വീഴുക, ബോധം കെട്ട് വീഴുക അങ്ങനെയുള്ളതാണ്. പിന്നെ ഫിക്റ്റീഷ്യസ് ഡിസോർഡർ, എനിക്ക് എന്തെങ്കിലും അസുഖമുണ്ടെന്നുള്ള തോന്നല. അസുഖമുണ്ടെന്ന് എപ്പോഴും കൂടെ ആശുപത്രി പോവുക, ട്രീറ്റ്മെൻറ്റ് എടുക്കുക, ഡോക്ടർമാരെ നോക്കി നിൽക്കുക. ചിലപ്പോൾ പ്രശ്നങ്ങൾ കാണുമ്പോൾ നമുക്ക് പേടിച്ചിട്ട് നമ്മൾ അതിനുള്ള ട്രീറ്റ്മെൻറ്റ് എടുക്കുക. അങ്ങനെയൊക്കെയാണ്. ദാറ്റ് ഇസ് ഫിക്റ്റീഷ്യസ് ഡിസോർഡർ. സൊമാറ്റിക് സിൻഡ്രോം ഡിസോർഡർ, വേദനകൾ കൂടുതൽ തലവേദനയായിട്ട് കാണും. തലവേദന, കൈവേദന, കാലുവേദന, വയറ്റുവേദന, ചെസ്റ്റിലുണ്ടാകുന്ന പെയിന്, അല്ലെങ്കിൽ വേദന. സൊമാറ്റിക് സിൻഡ്രോംസിനകത്ത് മെയിനായിട്ടുള്ളത് വേദനകളാണ്. വേദന കൂടുതൽ നമ്മൾ പരാതികൾ ഉണ്ടാകുന്നത് ജോയിൻസിനൊക്കെ പെയിൻ എന്നൊക്കെ പറഞ്ഞിട്ടായിരിക്കും തുടങ്ങുന്നത്. അപ്പോൾ സൊമാറ്റിക് ഡിസോർഡർ മെയിൻലി തലവേദന, കൈവേദന, കാലുവേദന അങ്ങനെ പോകും. ദാറ്റ് ഇസ് കോൾഡ് സൊമാറ്റിക് സിൻഡ്രോം ഡിസോർഡർ. ഈറ്റിംഗ് ഡിസോർഡേഴ്സ് നമ്മൾ 2-3 രീതിയിലാണ്. ഒന്ന് കൂടുതൽ കഴിക്കുക, ഒന്ന് ഒട്ടും കഴിക്കാതിരിക്കുക. ഇത് മെയിൻലി നമ്മൾ ഈ ഈറ്റിംഗ് ഡിസോർഡർ വെച്ചിരിക്കുന്നതിനകത്ത് അനറോക്സിയ നെർവോസ. കാരണം ഈ ആഹാരം വണ്ണം കുറച്ച് സൂക്ഷിക്കുക. ഒരാൾക്ക് വണ്ണം വെക്കണമെന്ന് ആഗ്രഹമില്ല, അപ്പം വളരെ കുറച്ച് ആഹാരം കഴിച്ചു കഴിഞ്ഞിട്ട് അത് വേണമെങ്കിൽ ഫുഡ്
ഛർദ്ദിച്ച് കളയും. ഈറ്റിംഗ് ഡിസോർഡേഴ്സ് കുറേ ടൈപ്പുകളുണ്ട്. ഒന്ന് നമ്മൾ പറയുന്നത് അനോറക്സിയ നെർവസം, ആഹാരം കഴിക്കാതിരിക്കുക, വണ്ണം വെക്കുക എന്ന് പറഞ്ഞാൽ കഴിക്കാതിരിക്കുക. അതുപോലെ തന്നെ ബിഞ്ച് ഈറ്റിംഗ് ഉണ്ട്. അതിൻ്റെ അതായത് ബിഞ്ച് ഈറ്റിംഗ് ഉണ്ട്. ബിഞ്ച് ഈറ്റിംഗ് എന്ന് പറയുമ്പോൾ ഓവർ ഈറ്റ് ചെയ്യുക. ഓവർ ഈറ്റ് ചെയ്തിട്ട് വണ്ണം കൂടുതലാന്ന് പറയാം, വണ്ണം കുറയ്ക്കാനുള്ള കാര്യങ്ങൾ ചെയ്യുമെന്ന് പറയുക, എന്നാൽ പിന്നെ വണ്ണം കൂട്ടുക, എന്തെങ്കിലും അതിനിടയ്ക്ക് ചെയ്തുകൊണ്ടിരിക്കുക, പിന്നെയും വണ്ണം കൂട്ടുക. അതങ്ങനെയാണ്. അപ്പം ഇതിനകത്ത് നമ്മൾ മെയിനായിട്ട് നോക്കേണ്ടത് എന്തൊക്കെ തരത്തിലുള്ള അതർ ഡിസീസസ് ഉണ്ട് എന്നുള്ളതാണ്. അപ്പം ഇത്രയാണ് നമ്മൾ ഇന്ന് പഠിച്ചത്. കാരണം ഈ സ്കിസോഫ്രീനിയുടെ കൂട്ടത്തിലുള്ള അസുഖങ്ങൾ എന്തൊക്കെയാണ്, അത് വേറെ എന്തൊക്കെ അസുഖങ്ങളാണ് വരുന്നത്, ഇതിൻ്റെ സിംറ്റംസ് ഒക്കെ ഉണ്ട്. ഈറ്റിംഗ് ഡിസോർഡർ പലതുണ്ട്. കൂടുതൽ ആഹാരം കഴിക്കുന്നുണ്ട്, കുറച്ച് ആഹാരം കഴിക്കുന്നുണ്ട്, ആഹാരം കഴിച്ചിട്ട് വൊമിറ്റ് ചെയ്യുന്ന രീതിയിലുള്ളതുണ്ട്. പിന്നെ വരാവുന്ന കുറേ രോഗങ്ങളല്ലാത്ത ഈറ്റിംഗ് ഡിസോർഡേഴ്സ്. ഈറ്റിംഗ് ഡിസോർഡേഴ്സ് നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിൽ പഠിച്ചതാണ്. അപ്പം അതെല്ലാം സാധാരണഗതിയിൽ അത് ഡിസീസായിട്ട് വരാവുന്നത്. ഈ കൺവേർഷൻ ഡിസോർഡർ നമ്മൾ നോക്കിയപ്പോഴും കൺവേർഷൻ ഡിസോർഡർ എന്ന് പറയുന്നത് പലപ്പോഴും ഫിക്സുമായിട്ട് തെറ്റിദ്ധരിക്കുന്നതാണ്. സീഷറുമായിട്ട് തെറ്റിദ്ധരിക്കാൻ പാടില്ല. കാരണം സീഷർ എന്ന് പറയുന്നത് പ്രത്യേകം ഒരു രോഗമായിട്ടാണ് കാണുന്നത്. ഇത് അങ്ങനെയല്ല. ഇത് വീഴുക, വേറെ തലകറങ്ങിയൊക്കെ വീഴുക, നിൽക്കുന്ന ഇപ്പം തലകറങ്ങി വീഴുക, ചിലപ്പോൾ പെട്ടെന്ന് ബ്ലാങ്കായിട്ട് വന്ന് വീഴുക. പക്ഷെ അതിനകത്ത് വേറെ എപ്പിലെപ്റ്റിക് ഫോം പ്രോബ്ലംസ് ഒന്നും കാണുന്നില്ല. ഫിക്റ്റീഷ്യസ് ഡിസോർഡർ എന്ന് വെച്ചാൽ എപ്പോഴും അസുഖമുണ്ട് എന്നുള്ള, എനിക്ക് എന്തെങ്കിലും രോഗമുണ്ട് അല്ലെങ്കിൽ ഇനിയാകെ രോഗമുണ്ട് എന്ന് പറഞ്ഞ് ഇങ്ങനെ കൊണ്ടു നടക്കുന്നതാണ് ഫിക്റ്റീഷ്യസ് ഡിസോർഡർ എന്ന് പറയുന്നത്. ആ രോഗമുണ്ട് എന്നുള്ള ഉറച്ച വിശ്വാസം, ആ രോഗത്തിനെ ട്രീറ്റ് ചെയ്യുക. അല്ലെങ്കിൽ എനിക്ക് മകന് അസുഖം ഉണ്ടെന്ന് വിചാരിക്കുക, വേറെ ആൾക്ക് അസുഖം ഉണ്ടെന്ന് വിചാരിക്കുക. ആ സംശയം പോലുള്ള കാര്യങ്ങളാണ് നിൽക്കുന്നത് ഫിക്റ്റീഷ്യസ് ഡിസോർഡർ. സൊമാറ്റിക് സിംറ്റംസ് ഡിസോർഡർ എന്ന് വെച്ചാൽ കൂടുതലും വേദനകൾ, പരാതികൾ അങ്ങനെയുള്ളതാണ് ഈ സൊമാറ്റിക് സിംറ്റം ഡിസോർഡർ. ഈറ്റിംഗ് ഡിസോർഡർ നമ്മൾ നേരത്തെ പഠിച്ചാണ്. ഈ ഈറ്റിംഗ് ഡിസോർഡർ കൂടുതൽ അനോറക്സിയ നെർവസ, ബിലേറിയ ഡിസോർഡർ. എന്ന് വെച്ചാൽ ഒന്ന് വണ്ണം കൂടുതൽ ആഹാരം കഴിക്കുകയായിരിക്കുക, മറ്റേത് ആഹാരം നല്ലപോലെ കഴിക്കുക, എന്നിട്ട് വൊമിറ്റ് ചെയ്യുകയൊക്കെ ചെയ്യുക. പിന്നെ ബിഞ്ച് ഈറ്റിംഗ് എന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പം എപ്പോഴും എന്തെങ്കിലും വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ വലിച്ചു വാരി തിന്നുക, അപ്പം വണ്ണം കൂടുതലായിരിക്കും ഉണ്ടാകും. അപ്പം ഈ ടൈപ്പൊക്കെയാണ് അത് ഡിസോർഡേഴ്സ് എലോങ് വിത്ത് സ്കിസോഫ്രീനിയ. നമുക്ക് ആദ്യം മുതൽ ഒന്നുകൂടി ഒന്ന് നോക്കാം. സ്കിസോഫ്രീനിയ ആദ്യത്തെ നമ്മൾ ഡിലൂഷണൽ ഡിസോർഡർ ആണ്, ഡിലൂഷൻസ് ആണുള്ളത്. പിന്നെ ഡിലൂഷൻ ഉണ്ട്, ഹാലൂസിനേഷൻസ് ഉണ്ട്, ഡിസോർഗനൈസ്ഡ് സ്പീച്ച് ഉണ്ട്. ഇതിൻ്റെ സിംറ്റംസ് ഒക്കെയാണ് നമ്മൾ നോക്കുന്നത്. ഒന്ന് ഡിലൂഷൻ, ഒന്ന് ഹാലൂസിനേഷൻ, ഒന്ന് ഡിസോർഗനൈസ്ഡ് സ്പീച്ച് വരും. പിന്നെ ഈ ഗ്ലോസറി കാറ്ററ്റോണിക് ബിഹേവിയർ വരും. പിന്നെ നെഗറ്റീവ് സിംറ്റംസ് എമോഷണൽ എക്സ്പ്രഷൻസ് ആണ്. മെയിൻലി നമ്മൾ ഡിമിനിഷ്ഡ് എമോഷൻസ് ഉണ്ടാകാതിരിക്കുക, അതാണ്. ഇപ്പോൾ സ്കിസോഫ്രീനിയ നമ്മൾ ഈ കാര്യം സ്കിസോഫ്രീനിയുടെ മെയിൻ ലക്ഷണങ്ങൾ ഡിലൂഷൻ, ഹാലൂസിനേഷൻ എല്ലാം കൂടെ സ്കിസോഫ്രീനിയ എന്ന് പറയുന്ന രോഗത്തിന് വരണമെന്ന് നിർബന്ധമില്ല. എല്ലാം കൂടെ വരണമെന്ന് നിർബന്ധമില്ല. ഏതെങ്കിലും ഒന്നോ രണ്ടോ സംഗതികൾ വന്നാലും മതി സ്കിസോഫ്രീനിയയുടെ. പിന്നെ നമ്മൾ അതിനകത്ത് മെയിനായിട്ട് നെഗറ്റീവ് സിംറ്റംസ് പറയുന്നത് എൻ്റെ എമോഷൻസ് പോവുക എന്നുള്ളതാണ്. പിന്നെ അലോഗ്യ, നെഗറ്റീവ് അലോഗ്യ എന്ന് പറയുന്നത് പെട്ടെന്ന് വിഡ്രോ ചെയ്യുക, അധികം സംസാരിക്കാതിരിക്കുക എന്നുള്ളതാണ്. പിന്നെ ഒന്നിനകത്തും ഹാപ്പിനെസ് ഉണ്ടായിരിക്കുക, അപ്പം നല്ല പ്ലഷറബിൾ സിറ്റുവേഷനും സന്തോഷമുണ്ടാകാതിരിക്കുക എന്നുള്ളതാണ്. പിന്നെ അസോസിയേഷനാണ്. പിന്നെ ഫ്ലാറ്റ് എഫക്റ്റാണ് എപ്പോഴും നമ്മൾ സ്കിസോഫ്രീനിയ പറയുന്ന വേറൊരു സിംറ്റം. ദെൻ ഡിസോർഗനൈസ്ഡ് സ്പീച്ച്. കാരണം സ്കിസോഫ്രീനിയ എപ്പോഴും നമ്മൾ സ്പീച്ച് നമുക്ക് പെട്ടെന്ന് പോകും. സ്പീച്ച് പോകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പറയുന്ന കാര്യങ്ങൾ ബന്ധമില്ലാതെ നമ്മൾ പോകും. ഒരു കാര്യം പറയാം, വേറൊന്നിലേക്ക് പോകും. പിന്നെ നിയോലോഗിസം എന്ന് പറയുന്നത് എപ്പോഴും സ്കിസോഫ്രീനിയ കാണണമെന്നില്ല, പക്ഷെ അത് പലപ്പോഴും നമ്മൾ ഉണ്ടാകും. പിന്നെ ടാൻജെന്റിയൽ സ്പീച്ച്, പറയുന്ന കാര്യങ്ങൾ ബന്ധമില്ലാതെ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞു പോകുക എന്നുള്ളത് വേറെ സംഗതിയാണ്. പിന്നെ പല തരത്തിലുള്ള സ്കിസോഫ്രീനിയ ഉണ്ട്. അത് സൈക്കോട്ടിക് ഡിസോർഡേഴ്സ് ഉണ്ട്. സ്കിസോഫ്രീനിയ ഫോം ഡിസോർഡർ ഉണ്ട്. സ്കിസോഫ്രീനിയ പോലെ തന്നെ ഇരിക്കും. ആ സ്കിസോഫ്രീനിയ പോലെ തന്നെ ഇരിക്കും എന്ന് പറഞ്ഞാൽ സ്കിസോഫ്രീനിയയുടെ എല്ലാ ലക്ഷണങ്ങളും കാണിക്കാം, പക്ഷേ കണ്ടിന്യൂസ് ആയിട്ട് ഇതുണ്ടാകണമെന്നില്ല, ലോങ് ടേം ലാസ്റ്റിംഗ് ആയിരിക്കണമെന്നില്ല.
അപ്പം അതിൻ്റെ സ്കിസോഫ്രീനിയ ലക്ഷണങ്ങൾ കാണിക്കുക, അങ്ങനെ കാണിക്കുന്നതാണ് സ്കിസോഫ്രോം ഡിസോർഡർ എന്ന് പറയുന്നത്. പിന്നെ അഫക്റ്റീവ് ഡിസോർഡറാണ് സ്കിസ് അഫക്റ്റീവ്. അതിൻ്റെ ലക്ഷണങ്ങൾ നമ്മൾ പലതും കാണിക്കും, അതിൻ്റെ കൂട്ടത്തിലുണ്ടാകുന്ന കുറേ കാര്യങ്ങളുണ്ടാകും. അതാണ് സ്കിസോ അഫക്റ്റീവ് ഡിസോർഡർ എന്ന് പറയുന്നത്. പിന്നെ ഡിലൂഷൻ ഡിസോർഡറാണ് എപ്പോഴും സ്കിസോഫ്രീനിയായിട്ട് തെറ്റിദ്ധരിക്കുന്ന വേറൊരു സംഗതിയുണ്ട്. അതായത് ഡിലൂഷൻസ് ഉണ്ടാകും. ഡിലൂഷൻസ് ഉണ്ടാകുക എന്ന് വെച്ചാൽ നമ്മൾ കേൾക്കുക, കാണുക, അങ്ങനെയൊക്കെ ഉണ്ടാകും. ചില സംശയം മാത്രം ഉണ്ടാകും. അതാണ് ഡിലൂഷണൽ ഡിസോർഡറിലേക്ക് വരുന്നത്. പിന്നെ ബ്രീഫ് സൈക്കോട്ടിക് ഡിസോർഡർ, ബ്രീഫ് എന്ന് വെച്ചാൽ ചെറിയ സമയങ്ങളിലേക്ക് വരും, പിന്നെ അതുണ്ടാവില്ല. ചിലപ്പോൾ ഒരു എപ്പിസോഡ് വല്ലതും വരാം, പിന്നെ അത് വരണമെന്ന് നിർബന്ധമില്ല. അപ്പം ചിലപ്പോൾ കുറേ സമയങ്ങളിലേക്ക് കുറച്ച് പീരീഡിലേക്ക് നമുക്ക് നിൽക്കാൻ പറ്റും, പക്ഷെ അത് കൂടുതൽ സമയം നമുക്ക് നിൽക്കണമെന്നില്ല. അപ്പം ഇങ്ങനെയുള്ള ഒരു ടൈപ്പ് ഓഫ് സ്കിസോഫ്രീനിയ ഉണ്ട്. ഇപ്പോൾ ബ്രീഫ് ടൈമിലായിരിക്കും. അപ്പോൾ സ്കിസോഫ്രീനിയ കുറച്ച് സമയത്തേക്ക് കാണിക്കും, ചിലപ്പോൾ ഒരു എപ്പിസോഡ് വല്ലതും കാണിച്ചിരിക്കും, പിന്നെ അത് കാണിക്കണം നിർബന്ധമില്ല. ഡിലൂഷൻ, ഹാലുസിനേഷൻസ്, ഇതൊക്കെ ഒരു എപ്പിസോഡ് കാണിച്ചെന്നിരിക്കും, പക്ഷെ പിന്നെ അത് കാണിക്കണമെന്ന് നിർബന്ധമില്ല. അതാണ് ബ്രീഫ് സൈക്കോട്ടിക് ഡിസോർഡർ എന്ന് പറയുന്നത്. പിന്നെ എന്തൊക്കെയാണ് ഇതിനകത്തുള്ള ബയോളജിക്കൽ കോസസ് ഓഫ് ഫാക്ടേഴ്സ് അണ്ടർലൈൻ സ്കിസോഫ്രീനിയ? സ്കിസോഫ്രീനിയയുടെ കാരണങ്ങൾ എന്തൊക്കെയാണ്? ഒന്ന്, ജെനറ്റിക്കൽ ഇൻഫ്ലുവൻസസ് ആയിരിക്കും, പാരമ്പര്യം. എന്തെങ്കിലും പാരമ്പര്യമായിട്ട് നമുക്ക് സ്കിസോഫ്രീനിയ ഉണ്ടാകാം. പാരമ്പര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫാമിലിയിൽ ആർക്കെങ്കിലും ഉണ്ട്. ഇതിനകത്ത് പല സ്റ്റഡീസ് നടന്നിട്ടുണ്ട്. ഈ ജെനറ്റിക്കൽ ഇൻഫ്ലുവൻസ് ഉണ്ടോ എന്ന് വെച്ചാൽ, ഒന്ന് പാരന്റിൽ, അച്ഛനമ്മമാർക്ക് ഏതെങ്കിലും, അല്ല അച്ഛൻ്റെ അമ്മയുടെ കുടുംബത്തിലുണ്ട്. അപ്പോൾ രണ്ട് രീതിയിലുള്ള സ്റ്റഡീസിനകത്ത് ട്വിൻ സ്റ്റഡി നടത്തിയിട്ടുണ്ട്. ട്വിൻ സ്റ്റഡി നടത്തുന്നത് ഒരേ ഇതുള്ള, അതായത് ട്വിൻസ് ആയിട്ടുള്ള ആൾക്കാർ സ്റ്റഡി നടത്തിയിട്ട് ഇരട്ടകളെ പഠനം നടത്തിയിട്ട് കണ്ടതെന്നത്, ഇരട്ടകളിൽ കൂടുതലും 47% ആൾക്കാർക്ക് ഒരാൾക്ക് സ്കിസോഫ്രീനിയ ഉണ്ട്, മറ്റേ ആൾക്ക് വരാനുള്ള സാധ്യത കൂടുതലാണെന്ന് പറയും. അതിനകത്ത് ഒരു സംഗതിയും കൂടെ ഉണ്ട്, ഇൻഫ്ലുവൻസ്, ഏതെങ്കിലും രീതിയിലുള്ള ഇൻഫ്ലുവൻസസ് ഉണ്ടോ. അപ്പോൾ അവരെ വളർത്തി നമ്മൾ കണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് പറയുന്ന ഉണ്ടാകുന്ന സമയത്ത് എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, സെയിം സാഹചര്യങ്ങൾ തന്നെയാണ് വരുന്നത്. അപ്പോൾ ജനറ്റിക് പഠിക്കുമ്പോഴത്തേക്ക് ഈ സാഹചര്യങ്ങൾ ഇവിടെ ഒരുപോലെ ആകുന്നതുകൊണ്ട് അവർക്ക് കൂടുതലാണ്. അവരെ മാറ്റി നിർത്തിയിട്ട് ട്വിൻസിനെ മാറ്റി നിർത്തിയിട്ട് നമ്മൾ ചോദിച്ചു. അപ്പം ഒരു എൻവയോൺമെൻറ്റൽ ഇൻഫ്ലുവൻസ് എന്ന് പറയുന്നത് നമ്മൾ കണ്ടില്ല. കാരണം എൻവയോൺമെൻറ്റ് മാറുന്നതനുസരിച്ച് സ്കിസോഫ്രീനിയയുടെ ഒരു വരാതിരിക്കാനുള്ള സാധ്യതകൾ കണ്ടില്ല. പിന്നെ വൈറൽ ഇൻഫെക്ഷൻ പലപ്പോഴും വരുമ്പോൾ, സ്കിസോഫ്രീനിയ കാലങ്ങളിൽ വൈറൽ ഇൻഫെക്ഷൻസ് വരുമ്പോൾ പലതും ബ്രെയിനിനെ നമ്മൾ ബാധിക്കുന്നുണ്ട്. പല ഇൻഫെക്ഷൻസും ബ്രെയിനിനെ ബാധിക്കും. അങ്ങനെ ഏതെങ്കിലും ഒരു വൈറസ് ബ്രെയിനിനെ ബാധിച്ചിട്ടുണ്ടെങ്കിൽ അത് സ്കിസോഫ്രീനിയ വരാനുള്ള സാധ്യതകൾ കാണിക്കുന്നുണ്ട്. പിന്നെ പ്രീനാറ്റൽ എക്സ്പോഷർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറുപ്പത്തിലുണ്ടാകുന്നത്, ഡെലിവറിയുടെ അങ്ങനെയുള്ള കൂടുതലുള്ള കാര്യങ്ങൾ. പ്രീനാറ്റൽ എക്സ്പോഷർ, സ്കിസോഫ്രീനിയുള്ള ആൾക്കാരുമായിട്ട് ചേരാനായിട്ട് വരിക, അവരുമായിട്ട് കൂടുതൽ ഇൻഫ്ലുവൻസ് വരിക, അങ്ങനെയുള്ള സംഗതികൾ. ഇത് പകരുവോ എന്നുള്ളതല്ല, ആ എക്സ്പോഷർ ഈ സാഹചര്യങ്ങളുമായിട്ട് വന്നിട്ട് അവർക്ക് എന്തെങ്കിലും ബ്രെയിനകത്ത് എന്തെങ്കിലും പ്രോബ്ലംസ് ഒക്കെ ഉണ്ടെങ്കിൽ, എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാകുകയാണെങ്കിൽ അവർക്ക് സ്കിസോഫ്രീനിയ ഉണ്ടാകാനുള്ള സാധ്യതകൾ തള്ളിക്കളയുന്നില്ല. പിന്നെ RH ഫാക്ടറാണ്. സെക്കൻഡ് വൺ ഇസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. RH ഫാക്ടർ ആണിനും പെണ്ണിനും വ്യത്യാസം ആയിട്ടുള്ളത്. കൂടുതലും ആണുങ്ങളുടെയാണ്. RH ഫാക്ടർ ചേരാതെ വരുമ്പോൾ നെഗറ്റീവ് ഇത് ഉണ്ടാകുകയാണെങ്കിൽ നമ്മൾ കൂടുതലും ഇത് വരുന്നതായിട്ട്, സ്കിസോഫ്രീനിയ വരുന്നതായിട്ട് കാണുന്നത്. പ്രഗ്നൻസി ആൻഡ് ബർത്ത് കോംപ്ലിക്കേഷൻ. ഈ പ്രഗ്നൻസി ആൻഡ് ബർത്ത് കോംപ്ലിക്കേഷൻ മെയിനായിട്ട് ഉണ്ടാകുന്ന സംഗതി എന്ന് വെച്ച് കഴിഞ്ഞാൽ, ബ്രെയിനകത്ത് പ്രഗ്നൻസി സ്റ്റേജിൽ ബ്രെയിനകത്ത് എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടാകും. പ്രത്യേകിച്ച് കോഡൊക്കെ ചുറ്റിയിട്ട് ഓക്സിജൻ ഇല്ലാതെ വരിക. കുട്ടികൾക്ക് പ്രസവ സമയത്ത് കോഡ് കഴുത്ത് ചുറ്റിയിട്ട് ഓക്സിജൻ കിട്ടാതെ വരുമ്പോൾ ബ്രെയിനകത്ത് ഡാമേജ് ഉണ്ടാകും. അപ്പോൾ ബ്രെയിനിലെ ഡാമേജ് ഉണ്ടാകുമ്പോൾ സ്കിസോഫ്രീനിയ ഉണ്ടാകാനായിട്ടുള്ള സാധ്യതയുണ്ട്. പിന്നെ എയർലി ന്യൂട്രീഷണൽ ഡെഫിഷ്യൻസി ആൻഡ് മെറ്റേണൽ സ്ട്രെസ്. അതായത് കറക്റ്റായിട്ട് ന്യൂട്രീഷൻ നമുക്ക് കുട്ടികൾക്ക് വേണ്ടത് ആവശ്യമുള്ളതായിട്ടുള്ള ന്യൂട്രീഷൻ ലെവൽ ചെറുപ്പത്തിൽ കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ അവർക്ക് സ്കിസോഫ്രീനിയ വരുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ സ്കിസോഫ്രീനിയ വരാനായിട്ട് പഠിക്കണം. ഒന്ന്, ജെനറ്റിക്കൽ ഇൻഫ്ലുവൻസ്. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, പരീക്ഷയ്ക്ക് ഇത് ചോദിക്കാറുണ്ട്. ബയോളജിക്കൽ ഓർ കാഷ്വൽ ഫാക്ടേഴ്സ് അണ്ടർലൈങ് സ്കിസോഫ്രീനിയ ഉണ്ടായ ബയോളജിക്കൽ ഫാക്ടേഴ്സ് ആണ്. ഒന്ന് ജെനറ്റിക്കൽ ഇൻഫ്ലുവൻസ്, പിന്നെ പ്രീനാറ്റൽ എക്സ്പോഷർ, പിന്നെ വൈറൽ ഇൻഫെക്ഷൻസ്, പിന്നെ RH ഫാക്ടേഴ്സ്, പ്രഗ്നൻസി ആൻഡ് ബർത്ത് കോംപ്ലിക്കേഷൻ, എയർലി ന്യൂട്രീഷണൽ.
അടുത്തതായിട്ട് ന്യൂറോ ഡെവലപ്മെൻറ്റൽ ഫാക്ടേഴ്സ് ആണ്. ഡെവലപ്മെൻറ്റ് ഫാക്ടേഴ്സ്, ന്യൂറോ ഡെവലപ്മെൻറ്റ് ജനിക്കുമ്പോൾ എന്തെങ്കിലും ന്യൂറോൺസിന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകാം. ഈ ന്യൂറോൺസിന് പ്രശ്നം ഉണ്ടാകുമ്പോൾ അതിപ്പോൾ നമ്മൾ പലപ്പോഴും ന്യൂറോൺസിനെ കുറിച്ച് പറയും. ന്യൂറോൺസിനകത്ത് ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ വരുമ്പം ആ ഡെവലപ്മെൻറ്റ് അവർക്ക് ഇത് വരാനുള്ള സാധ്യതകൾ, അതായത് ഹാലൂസിനേഷൻ, ഡിലൂഷൻസ് ഒക്കെ വരാനുള്ള സാധ്യതകൾ കൂടുതലായിട്ട് കാണുന്നുണ്ട്. ഇപ്പം ന്യൂറോ ഡെവലപ്മെൻറ്റ് ഫാക്ടേഴ്സ് ഉണ്ട്. പിന്നെ ന്യൂറോ അനാറ്റമിക്കൽ ഫാക്ടേഴ്സ്, ചില ഫാക്ടേഴ്സ് ന്യൂറോൺസിൻ്റെ സ്ട്രക്ചറിൽ ഉണ്ടാകുന്ന വ്യത്യാസം. അപ്പോൾ അത് നമ്മൾ MRI സ്കാനൊക്കെ ചെയ്താണ് കണ്ടു. ആ സ്ട്രക്ചറിൽ ഉണ്ടാകുന്ന വ്യത്യാസം പലപ്പോഴും അവർക്ക് സ്കിസോഫ്രീനിയ ഉണ്ടാക്കാനുണ്ട്. പിന്നെ കെമിക്കൽ ഫാക്ടേഴ്സ്, എക്സാമ്പിൾ ഇപ്പം നമ്മുടെ ശരീരത്തിലുണ്ടാകുന്ന ചില കെമിക്കൽസ്, ബ്രെയിനിനകത്തുണ്ടാകുന്ന ചില കെമിക്കൽസ്, ഈവൻ നമ്മൾ ഉദാഹരണത്തിന് പെട്ടെന്ന് നമുക്ക് പറയാൻ പറ്റുന്നത് വെച്ചാൽ തൈറോയിഡ് ഉണ്ടാകുകയാണെങ്കിൽ നമുക്ക് സ്കിസോഫ്രീനിയ, ഡിലൂഷൻ, ഹാലുസിനേഷൻ ഒക്കെ ഉണ്ടാകും. പ്രത്യേകിച്ച് തൈറോയിഡിൻ്റെ വ്യത്യാസം, TSHൻ്റെ വ്യത്യാസത്തിന് പാരനോയിയ, സംശയരോഗം ഉണ്ടാകാനായിട്ടുള്ളത്. പിന്നെ കോഗ്നിറ്റീവ് ഫാക്ടർ, ന്യൂറോ കോഗ്നിറ്റീവ് ഫാക്ടേഴ്സ് ആണ്. അതായത് നമ്മുടെ ചിന്താഗതികളും നമ്മുടെ കോഗ്നിഷനും, അതിനെ പെർസീവ് ചെയ്യുന്ന സംഗതികൾ, ആ പെർസെപ്ഷൻ എന്ന് പറയുന്ന സംഗതികൾ, കോഗ്നിറ്റീവ് പെർസെപ്ഷൻ, അത് സ്കിസോഫ്രീനിയ ഉണ്ടാകാനുള്ള സാധ്യതകൾ കാണിക്കുന്നുണ്ട്. ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റ്, ബയോളജിക്കൽ ട്രീറ്റ്മെൻറ്റ്, പണ്ട് കാലത്തുണ്ടാകുന്ന ബയോളജിക്കൽ ട്രീറ്റ്മെൻറ്റ് കൂടുതലും നമ്മൾ സ്കിസോഫ്രീനിയ ട്രീറ്റ് ചെയ്യുന്നത് നേരത്തെ ECT പോലുള്ള ഇലക്ട്രിക് കറണ്ട് എടുപ്പിക്കാം, ഇലക്ട്രിക്കൽ ട്രീറ്റ്മെൻറ്റിലാണ് നടത്തിക്കൊള്ളുക. അതായത് നമ്മൾ ECT പോലെ എടുക്കുക. നമ്മൾ പണ്ട് കറണ്ട് അടുപ്പിക്കുക എന്ന് പറയും, ECT, ഇലക്ട്രോ കൺവെൻഷണൽ തെറാപ്പി എന്ന് പറയും. അപ്പം നമ്മൾ അത് പലപ്പോഴും സ്കിസോഫ്രീനിയയ്ക്ക്, പ്രത്യേകിച്ച് സ്കിസോഫ്രീനിയയിൽ സൂയിസൈഡ് ടെൻഡൻസി ഉള്ള, കാറ്ററ്റോണിക് ഉണ്ടാകുക, ഹൈലി വയലൻ്റ് ആയിട്ടുള്ള ആൾക്കാരെയൊക്കെ ചെയ്യുന്നതാണ്. പിന്നെ നമ്മൾ മെയിൻലി മെഡിസിൻസ് ആണ്. കാരണം തലച്ചോറിനകത്തുണ്ടാകുന്ന ആ കെമിക്കൽസിനെ ഇത് ചെയ്യാനായിട്ട് മെഡിസിൻ ട്രീറ്റ്മെൻറ്റാണ്. പിന്നെ സൈക്കോസോഷ്യൽ ട്രീറ്റ്മെൻറ്റ് അവരുടെ കോഗ്നിഷൻ മാറ്റാനും, അവരെ ഹെൽപ്പ് ചെയ്യാനും, അവരുടെ ചിന്താഗതികൾ മാറ്റിയെടുക്കാനും, അവരെ സപ്പോർട്ട് ചെയ്യാനും സോഷ്യലി സിസ്റ്റം വെച്ചിട്ടാണ് ഈ സൈക്കോസോഷ്യൽ ട്രീറ്റ്മെൻറ്റ് നയിക്കുന്നത്. മെയിൻലി ഇതിനകത്ത് കൗൺസിലിംഗ് ഒക്കെ വർക്ക് ചെയ്യും. പക്ഷേ ഇവർക്ക് ഇൻസൈറ്റ് കുറവായതുകൊണ്ട് നമ്മൾ ഇവരെ അല്ല കൂടുതൽ കൗൺസിൽ ചെയ്യേണ്ടത്. എൻ്റർലി വി ആർ കൗൺസിലിംഗ് ദ ഫാമിലി മെമ്പേഴ്സ്. എങ്ങനെ ഇവരെ കൈകാര്യം ചെയ്യണം, എന്തൊക്കെ പ്രോബ്ലമാണ് ഇവർക്ക് ഉണ്ടാകാൻ പോകുന്നത്, ഏതൊക്കെ രീതിയിലാണ് ഇവർ അഫക്റ്റ് ചെയ്യുന്നത് എന്ന് നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ സൈക്കോസോഷ്യൽ ട്രീറ്റ്മെൻറ്റ്സ് വേണ്ടി വരിക. പിന്നെ ഇത് കൂടാതെ ഉണ്ടാകുന്ന കൺവേർഷൻ തെറപ്പി എന്ന് പറയുന്ന ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, തലകറങ്ങി വീഴുക എന്ന് വെച്ചാൽ കൺവേർഷൻ അതല്ല, ഒരു ഫിക്സ് പോലെ, എപ്പിലെപ്റ്റിക് ഫോം പോലെ നമ്മൾ വീഴുക. പിന്നെ ഫിറ്റീഷ്യസ് ഡിസോർഡർ മെയിൻലി നമ്മൾ പറയുന്ന ഒരു സംഗതി, രോഗമുണ്ടെന്നുള്ള പേടി. എനിക്ക് എന്തെങ്കിലും രോഗമുണ്ട്, എൻ്റെ ശരീരത്തിനകത്ത് എന്തെങ്കിലും സാധനങ്ങൾ പോയി, എനിക്ക് ക്യാൻസർ പോലുള്ള മാരക രോഗങ്ങളുണ്ട്, എൻ്റെ വയറ്റിനകത്ത് എന്തൊക്കെയുണ്ട്, അങ്ങനെയുള്ള പറയുന്നതാണ് ഫിറ്റീഷ്യസ് ഡിസോർഡർ. പിന്നെ സൊമാറ്റിക് സിൻഡ്രോം ഡിസോർഡർ, പെയിൻ, വേദനകൾ, പലപ്പോഴും എൻ്റെ കാലിന് വേദന, കൈക്ക് വേദന, തലവേദന, തലച്ചോറിനകത്ത് വേദന, അങ്ങനെ പറഞ്ഞുള്ളത്. പിന്നെ മെയിൻലി ഈറ്റിംഗ് ഡിസോർഡേഴ്സ് ആണ് പിന്നെ വരുന്നത്. ഈറ്റിംഗ് ഡിസോർഡേഴ്സ് നമ്മൾ പറയുമ്പോൾ അനോറക്സിയ നോർമോസ പോലുള്ള ഈറ്റിംഗ്, അതിനകത്ത് ബിഞ്ച് ഈറ്റിംഗ് പറയുന്നത്. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ സ്കിസോഫ്രീനിയയിൽ നമ്മൾ പഠിക്കേണ്ടത്. ഈ ചാപ്റ്ററിനകത്ത് നമ്മൾ പഠിച്ചത്, ഈ യൂണിറ്റിനകത്ത് നമ്മൾ പഠിക്കുക എന്തൊക്കെയാണ് അസുഖങ്ങൾ, കാരണം മെയിനായിട്ടുള്ള സൈക്കോട്ടിക് ഡിസോർഡേഴ്സ് എന്തൊക്കെയാണ്. അതിനകത്ത് ആദ്യം നമ്മൾ പഠിച്ച സംഗതി മൂഡ് ഡിസോർഡേഴ്സ് ആണ്. ബൈപ്പോളാർ മൂഡ് ഡിസോർഡർ, യൂണിഫോം മൂഡ് ഡിസോർഡർ, ബൈപ്പോളാർ മൂഡ് ഡിസോർഡർ ആണ് ആദ്യം പഠിച്ചത്. അപ്പം അത് എങ്ങനെ വരുന്നു, എന്തൊക്കെ വരുന്നു, അതിനുള്ള ട്രീറ്റ്മെൻറ്റ് എന്തൊക്കെയാണ്. അത് കഴിഞ്ഞ് നമ്മൾ പഠിച്ച ആങ്സൈറ്റി, ഫോബിയ, ഫിയർ എന്നൊക്കെയാണ്. ആങ്സൈറ്റി എന്താണ്, അത് എന്തുകൊണ്ട് വരുന്നു, ഫോബിയാസ് എന്തുകൊണ്ട് വരുന്നു, അതിനെ എങ്ങനെ നമുക്ക് ട്രീറ്റ്മെൻറ്റ് ചെയ്യാം, ഇവരൊക്കെ ട്രീറ്റ്മെൻറ്റ്. പിന്നെ മെയിനായിട്ട് ഇതിനകത്ത് രോഗം പഠിക്കാനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒബ്സസീവ് കമ്പൾസീവ് പേഴ്സണാലിറ്റി ഡിസോർഡർ. ഈ യൂണിറ്റാണ് നമ്മൾ പഠിച്ച ഒബ്സസീവ് കമ്പൾസീവ് പേഴ്സണാലിറ്റി ഡിസോർഡർ. OCD നമ്മൾ കാര്യമായിട്ട് നമ്മൾ പഠിക്കേണ്ടത്, OCD പലപ്പോഴും പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട്. കോമൺ ആയിട്ട് നമ്മൾ കാണുന്ന ഒരു രോഗങ്ങളിൽ ഒന്നാണ് OCD, ഒബ്സസീവ് കമ്പൾസീവ് പേഴ്സണാലിറ്റി ഡിസോർഡർ എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ പഠിച്ച സ്കിസോഫ്രീനിയാണ്. സ്കിസോഫ്രീനിയ എന്താണ് സ്കിസോഫ്രീനിയയുടെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ്. അപ്പോൾ സ്കിസോഫ്രീനിയ നമ്മൾ ആദ്യം പറയുമ്പോൾ സ്കിസോഫ്രീനിയ മെയിനായിട്ട് നമ്മൾ അഫക്റ്റിനെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. നമ്മുടെ എമോഷണൽ അഫക്റ്റ്, ഫ്ലാറ്റ് എമോഷൻസ് ആയിരിക്കും മുകളിലുണ്ടാക്കുന്നത്. പിന്നെ ഹാലൂസിനേഷൻ, ഡിലൂഷൻസും ഇതിൻ്റെ മെയിൻ ഒരു സിംറ്റമാണ്. അപ്പോൾ ഹാലൂസിനേഷൻ, ഡിലൂഷൻ എന്താണെന്ന് നമ്മൾ പഠിക്കണം. ഡിലൂഷൻ എന്ന് പറയുന്നത് ഇറ്റ്സ് എ ഫേം ബിലീഫ്.
ഫേം ബിലീഫാണ് ഡിലൂഷൻ എന്ന് പറയുന്നത്. ഹാലുസിനേഷൻ എന്ന് പറയുന്നത് നമ്മൾ കേൾക്കുന്നതാണ്, നമ്മൾ എക്സ്പീരിയൻസ് ആണ്. ഹാലൂസിനേഷൻ ഡിലൂഷൻസും ഉണ്ടാകാം, ചിലപ്പം ഹാലൂസിനേഷൻ മാത്രമാകാം, ചിലപ്പോൾ ഡിലൂഷൻസ് മാത്രമാകാം. പക്ഷെ അഫക്റ്റ് ഇതിൻ്റെ കൂട്ടത്തിൽ എപ്പോഴും നമ്മൾ കാണുന്നതാണ്. പിന്നെ ഡിസോർഗനൈസ് ടോക്ക്, സംസാരം ക്ലിയർ ആകുന്നതില്ല, പുതിയ പുതിയ വാക്കുകൾ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കും, പിന്നെ സംസാരം പെട്ടെന്ന് കുറയുക, സോഷ്യൽ വിഡ്രോവൽ ഉണ്ടാകുക, ആൾക്കാരുമായിട്ട് ചേരാനായിട്ടുള്ള വഴി കാണിക്കുക. ഇതൊക്കെ നമ്മൾ സ്കിസോഫ്രീനിയ നമ്മൾ കാണിക്കുന്ന ലക്ഷണങ്ങളാണ്, കൂടുതൽ ലക്ഷണങ്ങളാണ്. പിന്നെ പല തരത്തിലുള്ള സ്കിസോഫ്രീനിയ ഉണ്ട്, പല ഫോംസിലുള്ള സ്കിസോഫ്രീനിയ നമ്മൾ പറയുന്നുണ്ട്. അതിനകത്ത് പാരനോയിഡ് സ്കിസോഫ്രീനിയ മെയിനായിട്ട് നമ്മൾ പറയാം, പാരനോയിഡ് ടൈപ്പ് സ്കിസോഫ്രീനിയ. സംശയം, അതിനകത്ത് കൂടുതലും ഏതിലെങ്കിലും സംശയമാകാം. അതിനകത്ത് മെയിനായിട്ട് നമ്മൾ പറയുന്നത് ഭാര്യയ്ക്ക് ഭർത്താവിന് ഭാര്യയുള്ള സംശയങ്ങളാണ്. ഇത് നമ്മുടെ സ്പൗസിനെ കുറിച്ചുള്ള തെറ്റിദ്ധാരണ, അവർക്ക് വേറെ ബന്ധങ്ങളുണ്ട് എന്നൊക്കെ ഉള്ളതാകാം. അതല്ലെങ്കിൽ എന്നെ കൊല്ലാനായിട്ട് ആരെങ്കിലും വരുന്നു, എൻ്റെ ആഹാരത്തിനകത്ത് ആരെങ്കിലും വിഷം കലർത്തുന്നു, എന്നെ ചതിക്കാൻ ആരെങ്കിലും വരുന്നു, എൻ്റെ പുറകിൽ ആരെങ്കിലും വരുന്നു, എന്നെ ആരെങ്കിലും ഫോളോ ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ മറ്റുള്ളവർ അറിയുന്നുണ്ട്, ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ മറ്റുള്ളവർ ഷൂട്ട് ചെയ്യുന്നുണ്ട്, അതിനെ റെക്കോർഡ് ചെയ്യുന്നുണ്ട്, ഇങ്ങനെയൊക്കെ പറയുന്നത് എന്താ പറയുക, ദാറ്റ് ഇസ് കോൾഡ് പാരനോയിഡ് സ്കിസോഫ്രീനിയ. സംശയരോഗം, കൂടുതലും അതിനകത്ത് സംശയരോഗങ്ങളായിരിക്കും അതിനകത്ത് നമ്മൾ പറഞ്ഞിരിക്കുക. പിന്നെ അഫക്റ്റീവ് ഡിസോർഡർ ഉണ്ട്. സ്കിസിൻ്റെ എല്ലാ കുറേ ലക്ഷണങ്ങൾ കാണിക്കാം, ഇത് അഫക്റ്റീവ് ആയിരിക്കും. പിന്നെ ബേൺ ഔട്ട് സ്കിസോഫ്രീനിയ എന്ന് പറയുന്നുണ്ട്. സ്കിസ് വന്നിട്ട് ബേൺ ഔട്ട് ചെയ്യുക, കാരണം എന്താ വെച്ചാൽ പിന്നെ അത് സ്കിസോഫ്രീനിയയുടെ കാണിക്കില്ല, അഫക്റ്റ് ഒന്നും ഉണ്ടാകില്ല, ഡിലൂഷൻസ് ഹാലുസിനേഷൻസ് ഒന്നും ഉണ്ടാകില്ല, അതിൻ്റെ അകത്ത് പറഞ്ഞിട്ടില്ല. കാരണം ബേൺ ഔട്ട് എന്ന് വെച്ചാൽ സ്കിസോഫ്രീനിയ ലക്ഷണങ്ങൾ ഒരിക്കൽ വന്ന് അത് പോയി കഴിഞ്ഞാൽ പിന്നെ സ്കിസോഫ്രീനിയയുടെ കാണിക്കില്ല, പക്ഷെ അത് ബേൺ ഔട്ടാണ്, ലക്ഷണങ്ങൾ പിന്നെ ഒന്നും കാണിക്കുക. പിന്നെ ഒരു പ്രാവശ്യം വന്നിട്ട് ചിലപ്പോൾ ഒരു എപ്പിസോഡൊക്കെ സ്കിസോഫ്രീനിയയിൽ വന്നിട്ട് പോകുന്നുണ്ട്, അത് ഒറ്റ എപ്പിസോഡ് വന്നിട്ടങ്ങ് പോകും. അത് കുറച്ച് നാൾ നിൽക്കാം, ചിലപ്പോൾ 1 മാസം നിൽക്കാം, 2 മാസം നിൽക്കാം, ചിലപ്പോൾ 2 ആഴ്ച നിൽക്കാം, അങ്ങനെ നിൽക്കുന്നത് എന്നിട്ട് പോകാം. ചിലപ്പോൾ ഒരു എപ്പിസോഡ് മാത്രം ഷോർട്ട് സ്പേം വന്നിട്ട് നമ്മൾ പോകുന്നത് ചില സ്കിസോഫ്രീനിയ നമ്മൾ കണ്ടിട്ടുണ്ട്. ഷോർട്ട് കുറച്ച് നാളത്തേക്ക് മാത്രമാണ്, കുറച്ച് സമയത്തേക്ക് മാത്രം, മേ ബി ഒരാഴ്ചക്ക് 2 ആഴ്ച നിൽക്കാം, അങ്ങനെ വരാം. പക്ഷേ പിന്നെ അത് കാണിക്കണമെന്ന് നിർബന്ധമില്ല. അപ്പോൾ അങ്ങനെയുള്ള സ്കിസ് ഉണ്ട്. പിന്നെ സ്കിസ് ഫോം ഉണ്ട്. സ്കിസ് ഫോം സ്കിസിൻ്റെ എല്ലാ ലക്ഷണങ്ങളും കാണിക്കും, പക്ഷേ സ്കിസോഫ്രീനിയയുടെ ഇതുണ്ട്. അവരെ സംബന്ധിച്ചിടത്തോളം ഇവർക്ക് ജോലി ചെയ്യാനും നോർമലായിട്ട് ലൈഫ് നടത്താനും പറ്റും. ഈ സ്കിസോഫ്രീനിയ എന്ന് പറയുന്നത് പലപ്പോഴും നമ്മൾ പറയും ഇവർക്ക് ജോലിയൊന്നും ചെയ്യാൻ പറ്റും. പക്ഷേ ഈ ഒരു ഫോമിനകത്ത് ഫോമിനുണ്ടാകുമ്പോൾ സ്കിസിൻ്റെ ലക്ഷണങ്ങളൊക്കെ കാണാം, പക്ഷെ അവർ സാധാരണ ജീവിതം അവർക്ക് നയിക്കാൻ പറ്റും. അങ്ങനെ ഒരു ഇതുണ്ട്, അവർക്ക് മരുന്ന് കഴിക്കാം, അവർക്ക് ജോലി ചെയ്യാം, അവരെ സമൂഹത്തിന് ഉന്നത നിലകളിൽ അങ്ങനെയൊക്കെ നമുക്ക് എത്താൻ പറ്റുന്ന ഒരു ഫോമുണ്ട്. ദാറ്റ് ഈസ് സ്കിസോഫോം ഡിസോർഡർ. അപ്പോൾ സ്കിസോഫ്രീനിയ എന്ന് പറഞ്ഞാൽ പലപ്പോഴും തെറ്റിദ്ധരിക്കപ്പെടുന്ന ഒരു രോഗമാണ്. ഇത് ഇപ്പോഴും ഈ കാലഘട്ടത്തിൽ സ്കിസോഫ്രീനിയ എന്ന് പറഞ്ഞാൽ പ്രേതഭൂത ബാധ കൊണ്ടാണ് എന്ന് വിചാരിക്കുന്നത്, അല്ലെ കൂടോത്രം പോലെയുള്ള ദുഷ്കർമ്മങ്ങൾ ചെയ്യുന്നതുകൊണ്ടാണ് സ്കിസോഫ്രീനിയ വരുന്നതെന്ന് വിചാരിക്കാറുണ്ട്. ഇപ്പോഴും ഇതിൻ്റെ ഒരു ലക്ഷണങ്ങൾ കണ്ടുകൊണ്ട് ഈ പുതിയ വാക്കുകൾ പറയുക, പുതിയ രീതിയിൽ പ്രവർത്തിക്കുക, അവരുടെ ബോഡി മൂവ്മെൻറ്റ്സ് ഒക്കെ കൊണ്ട് ഇതെപ്പോഴും പ്രേതം ബാധിച്ചതാണ് എന്ന് തെറ്റിദ്ധരിക്കപ്പെടുകയും ട്രീറ്റ്മെൻറ്റ് പലപ്പോഴും ഒഴിവാക്കപ്പെടുന്നതാണ്. പക്ഷേ ഇതിന് ഇപ്പോഴും വേറൊരു പ്രശ്നം, പഴയ ട്രീറ്റ്മെൻറ്റിൻ്റെ ഒരു പ്രശ്നം നമുക്കില്ലെങ്കിൽ പണ്ട് ECT പോലുള്ള ഇലക്ട്രിക് കൺവേർഷൻ തെറാപ്പി, ഇലക്ട്രോ കൺവേർഷൻ തെറാപ്പി ആയിരുന്നു കൂടുതലുണ്ടായിരുന്നത്. അതുകൊണ്ട് ഇപ്പോഴും സ്കിസോഫ്രീനിയ എന്ന് പറയുന്നത് ജനങ്ങൾക്ക് ഭയമുള്ളൊരു അസുഖമാണ്. സൈക്യാട്രിയെ സംബന്ധിച്ച് ഇത്, അല്ലെങ്കിൽ സൈക്കോളജിയെ സംബന്ധിച്ചിടത്തോളം ഇതൊരു മേജർ ഇൽനെസ്സാണ്. അപ്പോൾ സാധാരണഗതിയിൽ നമ്മൾ കാണുന്നതിൽ ഒരു മേജർ ഇൽനെസ്സാണ്. ട്രീറ്റ്മെൻറ്റ് വളരെ ഇതായിട്ട് വേണ്ട ഒരു സംഗതിയാണ് പറയുന്നത്. അപ്പം സ്കിസോഫ്രീനിയ, ഒബ്സസീവ് കമ്പൾസീവ് ഡിസോർഡർ, ആങ്സൈറ്റി, ബൈപോളാർ മൂഡ് ഡിസോർഡർ, ഈ കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കണം, പഠിക്കണം. അടുത്ത ക്ലാസ്സിൽ ഇതിനെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ നമുക്ക് പറയാം, കൂടുതൽ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാം. നിങ്ങൾക്ക് എല്ലാവർക്കും നമസ്തേ.